കർത്താവായ യേശുക്രിസ്തുവിന്റെ അനുഗ്രഹീതമായ മാധുര്യമേറിയ ധന്യനാമത്തിൽ നിങ്ങളെല്ലാവർക്കും ഞങ്ങളുടെ ആശംസകൾ. From the time the convention started, we know God is speaking in every meeting. ഈ കൺവെൻഷൻ ആരംഭിച്ചത് മുതൽക്ക് ഓരോ യോഗങ്ങളിലും ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുവെന്നത് നമുക്കറിയാമല്ലോ. And tonight also God is graciously continue to speak to us. ഇന്ന് രാത്രിയും ദൈവം തന്റെ കൃപയാൽ നമ്മോട് തുടർന്നും സംസാരിപ്പാൻ പോകുകയാണ്. Tonight shall we turn to Psalm 32. Psalm 32. ഇന്ന് രാത്രി നമുക്ക് 32-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. This psalm shows the power of confession of sins. പാപങ്ങളുടെ ഏറ്റുപറച്ചിലിന്റെ ശക്തി എത്രത്തോളം എന്നത് വെളിപ്പെടുത്തുന്നതാണ് ഈ സങ്കീർത്തനം. Some Christians, although they have taken water baptism, received Holy Spirit, they are powerless Christians. ചില ക്രൈസ്തവർ രക്ഷിക്കപ്പെട്ടു, സ്നാനമേറ്റു, പരിശുദ്ധാത്മാവിനെയും പ്രാപിച്ചു, എങ്കിലും അവർ ശക്തി അറ്റ ക്രൈസ്തവരായിരിക്കുന്നു. There is no power in the Christian life. തങ്ങളുടെ ക്രൈസ്തവ ജീവിതത്തിൽ യാതൊരു ശക്തിയും ഇല്ലാത്തവരായിരിക്കുന്നു. Some Christians are very dry in Christian life. ചില ക്രൈസ്തവർ തങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ വളരെ വരണ്ട ഉണങ്ങിയ നിലവാരത്തിലിരിക്കുന്നു. You don't need to be in that state. നിങ്ങൾ ആ നിലയിൽ തുടരുവാൻ ആവശ്യമില്ല. There is a way that always we can be in revival. നമ്മുടെ ജീവിതത്തിൽ ഒരു ഉണർവ് ഉണ്ടാകുവാൻ, എല്ലായ്പ്പോഴും ഉണർത്തപ്പെടുവാൻ ഒരു വഴി ഉണ്ട്. There is a way that we can have a, as one man of God says, crystal clear Christian life. മനുഷ്യന്റെ ജീവിതം അഥവാ ക്രൈസ്തവ ജീവിതം എന്നത് സ്ഫടിക തുല്യമായ സുതാര്യമായ ഒരു ക്രൈസ്തവ ജീവിതമായി തുടരാമെന്ന് ഒരു വിശുദ്ധൻ ഒരിക്കൽ പ്രസ്താവിച്ചു. Is your Christian life a crystal clear life? നിങ്ങളുടെ ക്രൈസ്തവ ജീവിതം സ്ഫടിക സുതാര്യമാകണമെങ്കിൽ is your Christian life crystal clear? അത് ആ സ്ഫടിക തുല്യമായി സുതാര്യമായതാണോ? If not, there is a way we can be crystal clear in our Christian life. ഇല്ല എങ്കിൽ അങ്ങനെ സ്ഫടിക സുതാര്യമായി നിങ്ങളുടെ ക്രൈസ്തവ ജീവിതം തുടരുന്നതിന് നിശ്ചയമായും ഒരു വഴി ഉണ്ടെന്നുള്ളത് ഇന്ന് രാത്രി പ്രസ്താവിക്കട്ടെ. Psalm reveals the power of confession of sins. ഈ സങ്കീർത്തനം വെളിപ്പെടുത്തുന്നത് പാപം ഏറ്റുപറയുന്നതിന്റെ ശക്തിയെ കുറിച്ചാണ്. And many people do not realize that power. ആ ശക്തി അനേകർക്കും വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. You see, the greatest suffering for a human being is suffering with the guilt of conscience. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ കഷ്ടപ്പാടെന്തെന്ന് നിങ്ങൾക്കറിയാമോ? അവന്റെ മനസ്സാക്ഷി അവനിൽ ഉളവാക്കുന്ന കുറ്റബോധം നിമിത്തം അവനിൽ തുടർച്ചയായി ഉണ്ടാകുന്ന മാനസിക അസ്വാസ്ഥ്യം, മനസ്സിന്റെ അലട്ടൽ, അതാണ്. Perhaps some of you seated here, your conscience may be always guilty. ഇന്ന് രാത്രിക്കാലം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങളിൽ പലരുടെയും മനസ്സാക്ഷി എല്ലായ്പ്പോഴും നിങ്ങളിൽ കുറ്റബോധം ഉളവാക്കുന്നതായിരിക്കാം. Dear friends, tonight, if you obey the word of God, you can go with a heart crystal clear before God. ആകയാൽ പ്രിയ സ്നേഹിതരെ, ഇന്ന് രാത്രികാലം നിങ്ങൾ ദൈവവചനം വ്യക്തമായി ശ്രദ്ധിച്ചു കേൾക്കുകയും അതപ്രകാരം അംഗീകരിച്ച് അനുസരിക്കുകയും ചെയ്താൽ ഒരു സ്ഫടിക തുല്യമായ സുതാര്യമായ ഒരു ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ഒരു ഹൃദയത്തോടെ നിങ്ങൾക്ക് ഇന്ന് രാത്രി കടന്നു പോകാം. Psalm 32 was the most favorite psalm for Martin Luther. മാർട്ടിൻ ലൂഥറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വളരെ പ്രശസ്തമായ ഒരു സങ്കീർത്തനമാണ് 32-ാം സങ്കീർത്തനം. Saint Augustine was a very wicked man before he got saved. വിശുദ്ധനായ അഗസ്റ്റിൻ താൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു തികഞ്ഞ ദുഷ്ടതയിൽ ജീവിച്ചയാളാണ്. He loved this psalm so much, in his bedroom on the wall he wrote it down, and whenever he read it he wept. തന്റെ കിടക്കമുറിയിൽ തന്നെ താൻ ഈ സങ്കീർത്തനം ചുവരിൽ എഴുതി പതിച്ചു. എപ്പോഴൊക്കെ താൻ കിടക്കുമോ അപ്പോഴെല്ലാം അത് വായിച്ചുകൊണ്ട് കിടക്കുമായിരുന്നു. And this psalm starts, blessed is he whose transgression is forgiven, whose sin is covered. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. Bible doesn't say blessed is the man who had never committed sin. പാപം ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് വേദപുസ്തകം ഒരിക്കലും പറയുന്നില്ല. We all have sinned and come short of the glory of God. നാം എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നവരാണ്. Blessed is he whose transgression is forgiven.
പാപം ക്ഷമിച്ചു കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. whose sin is covered. ലംഘനം മറയ്ക്കപ്പെട്ടവൻ ഭാഗ്യവാൻ. As long as you cover your sin, God will never cover it. നിങ്ങളുടെ പാപത്തെ നിങ്ങൾ മറയ്ക്കുന്നിടത്തോളം കാലം ദൈവം അത് മറയ്ക്കുകയില്ല. Are you listening? നിങ്ങൾ ഇത് ശ്രദ്ധിക്കുന്നുവോ? As long as you cover your sin, hide, God will never cover it. നിങ്ങളുടെ പാപത്തെ നിങ്ങൾ മറയ്ക്കുന്നിടത്തോളം, നിങ്ങൾ ഒളിക്കുന്നിടത്തോളം ദൈവത്തിനത് മറയ്ക്കുവാൻ കഴിയുന്നതല്ല. When you confess and repent and forsake, God cleanses and covers forever. എന്നാൽ നിങ്ങൾ അനുതാപത്തോടെ മാനസാന്തരത്തോടെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ ദൈവം അത് ക്ഷമിച്ചു തരുന്നുവെങ്കിൽ ദൈവം ക്ഷമിക്കുക മാത്രമല്ല എന്നേക്കുമായി അത് മറയ്ക്കുകയും ചെയ്യും. Blessed is the man unto whom the Lord imputeth not iniquity. യഹോവ അകൃത്യം കണക്കിടാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. And in whose spirit there is no guile. ആത്മാവിൽ കപടം ഇല്ലാതിരിക്കുന്നവൻ ഭാഗ്യവാൻ. That word, that in whose spirit there is no guile, in the original, whose spirit has made full confession. ആത്മാവിൽ കപടമില്ലാത്തവൻ എന്ന് അവിടെ പ്രയോഗിച്ചിരിക്കുന്നതിന് മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്നത് ആത്മാവിൽ, in whose spirit has made full confession. തന്റെ ആത്മാവിൽ പൂർണ്ണമായ ഏറ്റുപറച്ചിൽ നടത്തിയവൻ എന്നാണ്. Tonight if you die, ഇന്ന് രാത്രി നിങ്ങൾ മരിക്കുന്നുവെങ്കിൽ, is there anything you need to confess before dying? മരിക്കുന്നതിന് മുമ്പ് ഏറ്റുപറയേണ്ടതായി ഏതെങ്കിലും നിങ്ങളിൽ ഉണ്ടോ? Don't be a fool. ഒരു ഭോഷനായി തീരരുത്. Be ready to live and to die tonight. ഇന്ന് രാത്രി മരിക്കുവാൻ തയ്യാറായി ജീവിക്കുക. Perhaps tonight could be the last night for you. Perhaps tonight could be the last night for me. ഇന്ന് രാത്രി എന്നത് ഒരുപക്ഷെ നിങ്ങളെ സംബന്ധിച്ച അവസാന രാത്രിയാകാം, ഇല്ലെങ്കിൽ എനിക്ക് ഇത് അവസാന രാത്രിയാകാം. Whose spirit has made full confession. ഒരുവന്റെ ആത്മാവിൽ പൂർണ്ണമായ ഏറ്റുപറച്ചിൽ നടത്തിയവൻ. Listen, if tonight God will call, will you be able to boldly say, I have nothing to confess? ശ്രദ്ധിക്കുക, ഇന്ന് രാത്രി കർത്താവ് നിങ്ങളെ വിളിക്കുന്നുവെങ്കിൽ ധൈര്യത്തോടെ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ, എനിക്ക് ഏറ്റുപറയത്തക്കതായി ഒന്നും ഇല്ല? How do you know there are unconfessed sins in your life? ഏറ്റുപറയാത്തതായ പല പാപങ്ങളും നിങ്ങളിൽ ഉണ്ടെന്ന് എങ്ങനെ നമുക്കറിയാൻ സാധിക്കും? Tonight we have not organized this convention to condemn you. ഇന്ന് രാത്രി ഈ കൺവെൻഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് നിങ്ങളെ വിമർശിക്കുന്നതിന്, തരം താഴ്ത്തുന്നതിനല്ല. This convention is prepared to prepare for the coming of the Lord, for prepare for heaven. സ്വർഗരാജ്യത്തിനായി, കർത്താവിന്റെ വരവിനായി അനേകരെ ഒരുക്കുവാനാണ് ഈ കൺവെൻഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. Heaven is crystal clear. അത് സ്വർഗമെന്നത് സ്ഫടികതുല്യമായി സുതാര്യമായതാണ്. So God expects us to be crystal clear in our life. ആകയാൽ നമ്മുടെ ജീവിതവും അപ്രകാരം തന്നെ സ്ഫടികതുല്യമായി കാണപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. You may hide anger against Brother Thangachan and may speak smilingly. That is hypocrisy. തങ്കച്ചന് വിരോധമായി ഉള്ളിൽ വിദ്വേഷം വെച്ചുകൊണ്ട് പുറമെ പുഞ്ചിരിച്ചോടെ നിങ്ങൾ സംസാരിച്ചേക്കാം. അത് ഒരു വലിയ കപടഭക്തിയാണ്. Oh, tonight God wants our hearts to be pure. ഇന്ന് രാത്രി കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയം നിർമ്മലമായി തീരണം. How do you know you have unconfessed sins in your life? നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റുപറഞ്ഞിട്ടില്ലാത്ത പാപങ്ങൾ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം? There are so many signs. അതിന് അനേക അടയാളങ്ങളുണ്ട്. Some people will have sudden fear. ചിലർക്ക് പെട്ടെന്ന് ഭയമുണ്ടാകാറുണ്ട്. And some people, as yesterday you heard, the fear of death may come. കഴിഞ്ഞ രാത്രി കേട്ടതുപോലെ ചിലർക്ക് മരണഭയം അവരെ കടന്നുകൂടാറുണ്ട്. Some people get frustration. ചിലരെ സംബന്ധിച്ച് അവർ നിരാശരാകാറുണ്ട്. Some people have no inner peace. ചിലരിൽ ആന്തരിക സമാധാനമില്ലാതെയാകുന്നു. Some people cannot sleep properly. ചിലർക്ക് ശരിയായി ഉറങ്ങുവാൻ കഴിയുന്നില്ല. Some people have got disturbed sleep. ചിലരുടെ ഉറക്കത്തിൽ അവർക്ക് ശല്യം അനുഭവപ്പെടുന്നു. Some people have sudden anger. ചിലർക്ക് പെട്ടെന്ന് കോപമുണ്ടാകുന്നു. There are so many signs. By the way, all these, if you have something that, I don't say guarantee that you have got some hidden sin. ഇടയ്ക്ക് പറഞ്ഞുകൊട്ടെ, ഇതിൽ ഏതെങ്കിലും നിങ്ങളിൽ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഇതുവരെ ഏറ്റുപറയാത്തതായി മറച്ചുവെച്ച പാപങ്ങൾ നിങ്ങൾ ഉണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയല്ല. These can be some of the signs of
hidden, unconfessed sins. മറച്ചു വെക്കുന്നതായി ഏറ്റുപറയാത്തതായി മനുഷ്യനിൽ കുടികൊള്ളുന്ന പാപത്തിന്റെ പരിണിത ഫലമായി ഈ പറയപ്പെടുന്നവയിൽ ഏതെങ്കിലുമൊക്കെ അനുഭവപ്പെടാനിടയുണ്ട്. But there is power in the blood of Christ, power in the word of God, power in the Holy Spirit to cleanse us. എന്നാൽ നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്, യേശുക്രിസ്തുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്, പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട്. And we read in the 3rd verse, when I kept silence, my bones waxed old through my roaring all the day long. 3-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ മിണ്ടാതിരുന്നപ്പോൾ എന്റെ അസ്ഥികൾ നിത്യമായ ഞരക്കത്താൽ ക്ഷയിച്ചുപോയി. As you know, this is the Psalm of David. ഇത് ദാവീദിന്റെ സങ്കീർത്തനമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. David committed sin with Bathsheba. ദാവീദ് ബത്ശേബയുമായി പാപം ചെയ്തു. And then he hid the sin. അവൻ ആ പാപം മറച്ചു വെച്ചു. In order to cover the sin, he killed her husband Uriah. ഈ പാപം മറച്ചു വെക്കുവാൻ തക്കവണ്ണം അവളുടെ ഭർത്താവായ ഊരിയാവിനെ അവൻ തന്ത്രപൂർവം കൊന്നു. Because he was a king, he thought there is no need for me to confess my sins or to repent about it. താൻ ഒരു രാജാവെന്ന നിലയിൽ ചിന്തിച്ചത്, ഞാൻ ചെയ്തത് ഒരു വലിയ പാപമല്ല, ഇതൊന്നും ഏറ്റുപറയേണ്ട ആവശ്യമില്ല എന്നതായിരുന്നു. When I kept silence, my bones waxed old. എന്നാൽ ഞാൻ അങ്ങനെ മിണ്ടാതിരുന്നപ്പോൾ എന്റെ അസ്ഥികൾ ക്ഷയിക്കുവാൻ തുടങ്ങി. This is the expression to show when you have unconfessed sins, you will have the deepest torment in your spirit. നിങ്ങളുടെ ആത്മാവിൽ ഏറ്റവും ആഴമായ ദണ്ഡനങ്ങൾ ഉണ്ടാകുന്നതിന്റെ വ്യക്തമായൊരു ദർശനം, വ്യക്തമായൊരു അടയാളമാണിത്. നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾ ഏറ്റുപറയാതിരിക്കുന്നതിനാൽ. When I kept silence, my bones waxed old. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ എന്റെ അസ്ഥികൾ ക്ഷയിക്കുവാൻ തുടങ്ങി. You see, bones are the most solid part of the body. ഒരു മനുഷ്യ ശരീരത്തിലെ ഖരരൂപത്തിലുള്ള കട്ടിയായ ഏറ്റവും നല്ല ഭാഗമാണ് അവന്റെ അസ്ഥികൾ. When those bones decay under the influence of guilt, your whole frame decays. ഈ പാപങ്ങളെ കുറിച്ചുള്ള ഉണർത്തൽ മനസ്സാക്ഷിയുടെ കുറ്റബോധം നിമിത്തമായി അവന്റെ അസ്ഥികൾക്ക് ദ്രവത്വം ഉണ്ടാകുന്നുവെന്ന് പറയുമ്പോൾ അവന്റെ ശരീരം മുഴുവനായി ദ്രവിക്കുവാൻ തുടങ്ങുകയാണ്. And as sin enters into your life, when you hide it, remember, you will become cruel, a cruel man. മാത്രമല്ല, പാപം നിങ്ങളിലേക്ക് കടന്നു വരികയും നിങ്ങളതിനെ മറച്ചു വെക്കുകയും ചെയ്താൽ നിങ്ങളൊരു ക്രൂരനായി, നിഷ്ഠൂരനായി തീരുവാനിടയാകും. You might have heard about Idi Amin in Uganda. ഉഗാണ്ടയിലെ ഇദി അമീനെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. He had been a notorious person. താൻ വളരെ ക്രൂരനായൊരു മനുഷ്യനായിരുന്നു. Killing anybody was nothing for him. ഒരുവനെ കൊല്ലുക എന്നത് തന്നെ സംബന്ധിച്ച് ഏതുമില്ലാത്തൊരു സംഗതിയാണ്. Anybody will speak evil of him, does not support him, and he was the dictator there, and he killed. തനിക്കെതിരായി എന്തെങ്കിലും പറയുന്നവരോട്, തന്നെ കുറ്റപ്പെടുത്തുന്ന വിമർശിക്കുന്നവരോട് അവരാരു തന്നെയായിരുന്നാലും അവരെ കൊല്ലുക എന്നതാണ് തന്റെ പ്രശ്നം. I heard the food that he ate. താൻ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. He will go to the hospitals, to the mortuary. താൻ ആശുപത്രികളിലെ മോർച്ചറിയിലേക്ക് പോകും. And he, with his own hands, we will rip open the liver of the dead man, and will, with his own hand, raw liver, he will be eating. താൻ തന്നെ അവിടെ ചെന്നിട്ട് സ്വന്തം കൈകളാൽ മൃതശരീരത്തിന്റെ കരൾ പറിച്ചെടുത്ത് അത് തന്നെയാണ് താൻ ഭക്ഷിച്ചിരുന്നത്. Why he became such a like an animal, worse than a cannibal? എന്തുകൊണ്ട് താൻ അങ്ങനെ ഒരു മൃഗതുല്യനായി, നരഭോജിയേക്കാൾ മോശപ്പെട്ടവനായി മാറി? Normally cannibals eat a man alive. സാധാരണയായി നരഭോജികൾ ഭക്ഷിക്കാറുള്ളത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെയാണ്, not dead bodies. മൃതശരീരങ്ങളെ അവർ ഭക്ഷിക്കാറില്ല. Because his sin accumulated in so much, he became cruel. തന്റെ പാപങ്ങൾ അത്രത്തോളം തന്നെ അടക്കി വാണതുകൊണ്ട് താൻ ഇത്ര നിഷ്ഠൂരനായി മാറി. The Bible says about a man who was sleeping in the tomb with dead bodies. മൃതശരീരങ്ങളുടെ നടുവിൽ കിടന്നുറങ്ങുന്ന മനുഷ്യനെ കുറിച്ച് വേദപുസ്തകം പറയുന്നു. He did not have a stitch of clothes at all.
He did not have any clothes at all. He was തനിക്ക് not wearing. തനിക്ക് യാതൊരു വസ്ത്രവുമില്ലാതെ താൻ നഗ്നനായിരുന്നു. Perhaps sexual sin might have been the sin that he was possessed with. ഒരുപക്ഷെ തന്നെ ബാധിച്ചിരുന്നതായ ആ പാപത്തിന്റെ ശക്തി, ആ ഭൂതാത്മാവെന്നത് ലൈംഗിക പാപങ്ങളായിരിക്കാം. Bible says he had a legion, 6,000 demons in one man. ഒരു മനുഷ്യനിൽ 6,000 ഭൂതാത്മാക്കൾ അഥവാ ഒരു ലഗിയോൻ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. Whenever a man commits an immoral sin, a demon enters into him. When the person commits 6,000 times, perhaps 6,000 demons may go in. ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ, വിശേഷാൽ അധാർമിക കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അവനിലേക്ക് ഒരു പിശാച്, ഒരു ഭൂതം കടന്നു ചെല്ലുന്നു. അങ്ങനെ 6,000 പ്രാവശ്യം അവൻ ചെയ്താൽ 6,000 ഭൂതങ്ങൾ അവനിലേക്ക് കടക്കുന്നു. There may be demons standing here or sitting here who have committed various sins, but tonight I want to tell you, Christ has power. As you confess and repent and forsake, all the demons will go and the power of God will come and live in you. ഇന്ന് രാത്രികാലം ഇവിടെ നിൽക്കുന്നവരും ഇരിക്കുന്നവരുമായി എന്റെ വാക്ക് ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ചെയ്തിട്ട് കൂട്ടിയിട്ടുള്ള പാപങ്ങൾ എത്രയായിക്കൊള്ളട്ടെ, ഏതുവിധമായിക്കൊള്ളട്ടെ, ഇന്ന് രാത്രികാലം യേശുക്രിസ്തുവിന്റെ രക്തത്തിന് നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിപ്പാനും നിങ്ങളെ ശുദ്ധീകരിപ്പാനും അധികാരമുണ്ട് എന്ന് ഞങ്ങൾ പ്രസ്താവിക്കുന്നു. When I kept silence, my bones waxed old through my roaring all the day long. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ ദിവസം മുഴുവനും എന്റെ അസ്ഥികൾ ക്ഷയിച്ചുകൊണ്ടേയിരുന്നു. I know there are some people with hidden sins. While sleeping all night, they will be roaring. I'm not telling about snoring, but roaring. ചിലർ പാപങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് ജീവിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറയട്ടെ. രാത്രികാലങ്ങളിൽ അവർ ഉറങ്ങുമ്പോൾ അവർ കൂർക്കം വലിക്കുകയല്ല, അവർ യഥാർത്ഥത്തിൽ ഗർജിക്കുക, അലറുകയാണ്. Their spirit is so disturbed. അവരുടെ ദേഹിയിൽ, ആത്മാവിൽ ആകെക്കൂടെ ഒരു കുഴപ്പം I അനുഭവപ്പെടുകയാണ്. feel in his spirit there are so many people here who are there is no inner peace in the heart. തങ്ങളുടെ ഹൃദയത്തിൽ ആന്തരിക സമാധാനമില്ലാത്തവരായി ഇന്ന് രാത്രി പലരും ഇവിടെ ഇരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. You may be a sinner or a believer or whatever state may be, there is a need to confess and forsake. നിങ്ങളൊരു ഭാവിയാകട്ടെ, ഒരു വിശുദ്ധനാകട്ടെ, ഒരു വിശ്വാസിയാകട്ടെ, ആരുമാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടുന്നതായ ചില പാപങ്ങൾ ഉണ്ട്. Day and night thy hand was heavy upon me. രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു. Don't wait the heavy hand of God to come upon you. ഇന്ന് രാത്രികാലം പറയട്ടെ, ദൈവത്തിന്റെ ഭാരമുള്ള കൈ നിങ്ങളുടെ മേൽ വരുവാൻ കാത്തിരിക്കരുത്. Don't wait the heavy hand of God to fall upon you. അതെ, ദൈവത്തിന്റെ ഭാരമേറിയ കൈ നിങ്ങളുടെ മേൽ വീഴുന്നത് വരെ കാത്തിരിക്കരുത്. Don't wait the judgment of God to come upon you. അതെ, ദൈവത്തിന്റെ ന്യായവിധി നിങ്ങളുടെ മേൽ വരുവാൻ നിങ്ങൾ കാത്തിരിക്കരുത്. There is a horrifying situation now among Christendom. Some cases, pastors or ministers, their life is not right with God. വളരെ ഭയാനകമായ ഒരു കാര്യം ക്രൈസ്തവ ജനതയുടെ ഇടയിൽ തന്നെ പറയുവാനുള്ളത്, അനേക ശുശ്രൂഷകർ, പാസ്റ്റർമാർ, അവർ തന്നെയും ആ കാര്യത്തിൽ തങ്ങളുടെ ജീവിതത്തെ ദൈവവുമായി ക്രമീകരിച്ചു പോകുന്നില്ല. God is a consuming fire. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാകുന്നു. Don't play with fire. ആ അഗ്നിയോട് നിങ്ങൾ കളിക്കരുത്. Day and night thy hand was heavy upon me. അതെ, രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു. My moisture is turned into the drought of summer. എന്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്നതുപോലെ വറ്റിപ്പോയി. You know, when in the summertime when it's dry, or you look at the grass, there is no moisture. It's become so pale. വേനൽക്കാലത്തിൽ ഉണക്ക അനുഭവപ്പെടുന്ന സമയത്ത് നിങ്ങൾ പച്ചപ്പുല്ലുകളെ, സസ്യങ്ങളെയൊക്കെ നോക്കിയാൽ അവയിൽ ആ മജ്ജയില്ലാതെ വളരെ ഉണങ്ങി ശുഷ്കിച്ചു നിൽക്കുന്ന നിലവാരം നിങ്ങൾക്ക് കാണാമല്ലോ. Oh, so many dear children's face, they are very pale, dry. അനേക ദൈവമക്കളുടെയും അനേക പ്രിയപ്പെട്ടവരുടെയും മുഖം അങ്ങനെ വേദനാജനകമായി ഉണങ്ങി ശുഷ്കിച്ച നിലയിലിരിക്കുന്നു. Life is not right with God. അതെ, അവരുടെ ജീവിതം ദൈവവുമായി നേരായ നിലയിലല്ല. Let us openly declare, we are not here preaching, inviting you to
join the Pentecostal mission. ഇന്ന് രാത്രികാലം നിങ്ങളോട് ഒരു തുറന്ന പ്രസ്താവന എന്നവണ്ണം പറയട്ടെ, നിങ്ങളെ പെന്തക്കോസ്തിലേക്ക് ചേർക്കുവാൻ, പെന്തക്കോസ്തുകാരാക്കുവാൻ വേണ്ടി അങ്ങനെ ഒരു പ്രസംഗം ചെയ്യുവാനല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. We don't guarantee all the Pentecostal people will go to heaven. There are some drunkards and rogues here inside also. പെന്തക്കോസ്തുകാരെല്ലാവരും ദൈവരാജ്യത്തിൽ പോകുമെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നില്ല. ഇതിനകത്തും ചില മദ്യപാനികളും മറ്റ് അധാർമികതയിൽ ജീവിക്കുന്നവരുമുണ്ട്. But if you live the right life according to the word of God, you can be ready at the rapture, you can be in heaven. എന്നാൽ ദൈവവചന പ്രകാരം ഒരു വ്യക്തമായ ഒരു പരമാർത്ഥമായ ജീവിതം നിങ്ങൾ നയിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ വരവിൽ നിങ്ങൾക്ക് പോകാം, നിങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കാം. Now the standard of holiness has come right down to the bottom among Pentecostal people. അത് ഇന്ന് വിശുദ്ധിയുടേതായ നിലവാരം എന്നത് പെന്തക്കോസ്ത് ജനതയിൽ പോലും വളരെ തരം താണ ഇതിന്റെ അടിത്തട്ടോളം ഇറങ്ങിപ്പോയിരിക്കുന്നു. About 30 years ago in a particular church, a Saturday night we had a prayer meeting called Tari meeting. ഒരു ഏകദേശം 30 വർഷത്തിന് മുമ്പ് ഒരു പ്രത്യേക സഭയിൽ ഞങ്ങൾക്ക് ശനിയാഴ്ച രാത്രിയിൽ പരിശുദ്ധാത്മാഭിഷേകത്തിനായുള്ള കാത്തിരിപ്പ് യോഗം ഉണ്ടായിരുന്നു. The Holy Spirit was moving. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. The Holy Spirit told there is somebody who has committed a sin now this evening or today and come to this meeting. ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലത്തിൽ ഏതോ പാപം ചെയ്തതായ ഒരു വ്യക്തി ഇവിടെ വന്നിരിപ്പുണ്ട്, ഈ കാത്തിരിപ്പ് യോഗത്തിൽ ഉണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെട്ടുകൊണ്ടിരുന്നു. And the Holy Spirit started telling, stand up and confess and forsake that sin. അതേ, നീ എഴുന്നേറ്റ് നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്ക എന്ന ദൈവത്തിന്റെ ആത്മാവ് ആ വ്യക്തിയോട് ഇടപെട്ടു. Everybody was trembling and nobody stood up to confess. എല്ലാവരും അങ്ങനെ ഭയപ്പെട്ടിരുന്നു, ആരും എഴുന്നേറ്റ് ഏറ്റുപറഞ്ഞില്ല. And the Lord told me, so and so sitting there is that person. കർത്താവ് എന്നോട് പറഞ്ഞു, ഇന്നേരത്ത് നിൽക്കുന്ന ഇന്നാര് ആയാളാണ് ആ വ്യക്തി. And I went to him and told, what have you done and come to this meeting? ഞാൻ നേരെ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന്, നിങ്ങൾ ഏത് തരത്തിലുള്ള തെറ്റ് ചെയ്തിട്ടാണ് ഈ കാത്തിരിപ്പ് യോഗത്തിൽ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. He trembled. താൻ ഭയപ്പെട്ടു. He was a Hindu man, a new soul, not a full believer. ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വന്നതായ ഒരു പുതിയ വ്യക്തിയായിരുന്നു താൻ, ഒരു ശരിയായ വിശ്വാസിയായി തീർന്നിട്ട് പോലുമില്ല. He loved our people and was just start coming, that's all. He just loved our people and started coming for our meetings. നമ്മുടെ ആളുകളെ സ്നേഹിച്ച് നമ്മുടെ ആരാധനകൾക്ക് വരുവാൻ തുടങ്ങിയതേ ഉള്ളൂ. And I told him, Holy Spirit says you have committed a sin and come, you have to stand up and confess. I myself was wondering, Lord, what is this? കർത്താവേ, നിങ്ങൾ ഈ ചെയ്തിട്ടുള്ള പാപത്തെ കുറിച്ച് ഏറ്റുപറയണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായി ഇടപെടുന്നുവെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ട്, കർത്താവേ, ഇതെന്താണ്? And he trembled and stood up to confess. താൻ വളരെ ഭയപ്പെട്ട് എഴുന്നേറ്റ് നിന്ന് ഏറ്റുപറഞ്ഞു. Can you guess what he confessed? താൻ ഏറ്റുപറഞ്ഞത് എന്തെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നു? I think many Pentecostal believers may not agree with me perhaps. ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ അനേക പെന്തക്കോസ്ത് വിശ്വാസികൾ പോലും അത് എന്നോടൊത്ത് അംഗീകരിച്ചെന്ന് സമ്മതിച്ചെന്ന് വരില്ല. Their hearts are hardened. എന്തുകൊണ്ടെന്നാൽ അവരുടെ ഹൃദയം അത്ര കഠിനമാണ്. God is my witness. ദൈവം തന്നെ എനിക്ക് അതിന് സാക്ഷി. You know what he confessed? താൻ ഏറ്റുപറഞ്ഞത് എന്തെന്നറിയാമോ? I went to the next cinema show for the matinee show, afternoon show. After finishing, I just came. അടുത്ത സിനിമാ തിയേറ്ററിൽ പോയി മാറ്റിനി ഷോ കണ്ടിട്ടാണ് ഞാൻ ഈ കാത്തിരിപ്പ് യോഗത്തിന് വന്നതെന്ന് താൻ ഏറ്റുപറഞ്ഞു. Mind you, 30 years ago we cannot imagine such a terrible carnal or wrong things in cinemas. ഏകദേശം 30 വർഷത്തിന് മുൻപുള്ളതായ കാര്യമാകൊണ്ട് സിനിമാ ലോകത്തിൽ തന്നെ ഇന്നുള്ളതുപോലെ അത്ര ഭയാനകമായ ജഡീകമായ മോശമായ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് ഞാൻ ഊഹിക്കുന്നു. And he was not a believer, just a new soul from a Hindu background. താൻ ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരു പുതിയ ആത്മാവാണ്, ഒരു സ്ഥിരമായ വിശ്വാസി ആയിട്ട് പോലുമില്ല. But the Holy Spirit convicted that he had such a terrible sin and come. എന്നാൽ താൻ ഒരു ഭയങ്കര പാപം ചെയ്തിട്ട് വന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കുറ്റബോധമുണ്ടാക്കി. Today there are many old Pentecostal people, cinema hall is in their house. ഇന്ന് അനേക പഴയ പെന്തക്കോസ്ത് വിശ്വാസികൾക്ക് തങ്ങളുടെ വീട്ടിൽ തന്നെ സിനിമാ തിയേറ്റർ ഉണ്ട്. That four-legged monster called television is destroying their home. ആ 4 കാലുള്ള പിശാചായ ടെലിവിഷൻ
അവരുടെ വീടിനെ They നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. can watch anything and go and take communion and sing about the coming of the Lord also. അതിൽ കൂടെ വരുന്നതൊക്കെയും അവർ കാണുകയും അതോടൊപ്പം തിരുവത്താഴം എടുക്കുകയും കർത്താവിന്റെ വരയിൽ പോകുമെന്ന് കരുതി ഒരുങ്ങുകയുമാണവർ. Your sin will find you out. അതെ, നിങ്ങളുടെ പാവങ്ങൾ നിങ്ങൾ കണ്ടെത്തണം. Your sin will find you out. Again, your sin will find you out. അതെ, നിങ്ങളുടെ പാവങ്ങളെ നിങ്ങൾ കണ്ടെത്തണം. Give up the television set. The Lord commands you. അതെ, കർത്താവ് ഇന്ന് രാത്രി നിങ്ങളോട് കൽപ്പിക്കുന്നു, ഈ ടെലിവിഷന്റെ സെറ്റ് നിങ്ങൾ ഉപേക്ഷിക്കുക. You look at the 10 commandments in the Bible. The man who keeps the television set is breaking all the 10 commandments right from the first to the 10th. അതെ, വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 10 കൽപ്പനകളെ നിങ്ങൾ ശ്രദ്ധിക്കുക. വീട്ടിൽ ഒരു ടെലിവിഷൻ വെച്ചിട്ടുള്ളതായ വ്യക്തി ആരുമാകട്ടെ, അവൻ ആ കൽപ്പനകളിൽ 1 മുതൽ 10 വരെയുള്ളത് എല്ലാം ലംഘിക്കുകയാണ്. First one is that thou shalt not have any other gods before you. ഒന്നാമത്തെ കൽപ്പന, നിനക്ക് വേറൊരു ദൈവവും ഉണ്ടായിരിക്കരുത്. You watch half an hour television, only half an hour, and sit down to pray. What you watch from the television will come, not your God. നിങ്ങൾ അരമണിക്കൂർ ടെലിവിഷന്റെ മുമ്പിൽ ഇരുന്നിട്ട് പിന്നെ പോയി പ്രാർത്ഥനയ്ക്കിരുന്ന് നോക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ കണ്ണുകൾ മൂടിയാൽ നിങ്ങളുടെ മുമ്പാകെ വരുന്നത് കർത്താവല്ല, പിന്നെയോ ആ ടെലിവിഷനിൽ കണ്ട കാഴ്ചകളാണ്. How many of you are zealous for holiness? വിശുദ്ധിക്കായി തീഷ്ണത എരിവുള്ളവർ എത്ര പേര് ഇവിടെ ഉണ്ട്? Hallelujah! അങ്ങനെയുള്ളവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. How many of you are really zealous for holiness? അതെ, വാസ്തവമായി വിശുദ്ധിക്കായി തീഷ്ണതയുള്ളവർ എത്ര പേരുണ്ട്? Are you willing to give up anything that will defile your home, your children, and your mind? അതെ, നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ മനസ്സിന്, നിങ്ങളെ തന്നെ അശുദ്ധമാക്കുന്നതായി നിങ്ങളുടെ ഭവനങ്ങളിലുള്ളത് ഏത് തന്നെയായാലും അത് ഉപേക്ഷിക്കാൻ നിങ്ങൾ ഒരുക്കമോ? I am not simply speaking to the Pentecostal mission believers. ഞാൻ പെന്തക്കോസ്ത് മിഷൻ വിശ്വാസികളോട് മാത്രം അങ്ങനെ ലളിതമായി All സംസാരിക്കുകയല്ല. the Christians in Tiruvalla, if you want to live an undefiled life, give up this monster of television. അതെ, തിരുവല്ലായിലുള്ള സകല ക്രൈസ്തവ സഹോദരങ്ങളുമേ, ഒരു വിശുദ്ധ ജീവിതം ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഭൂതത്തെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കൂ. Hallelujah! ഹല്ലേലൂയ. I don't in the back, everybody is shouting hallelujah. പുറകിലുള്ള എല്ലാവരും ഹല്ലേലൂയ പറയുന്നതായി കേൾക്കുന്നില്ല. If you agree with me for holiness, വിശുദ്ധിക്കായി നിങ്ങൾ എന്നോട് യോജിക്കുന്നുവെങ്കിൽ, those who are sitting in the chairs, കസേരയിലിരിക്കുന്നവർ, those who are sitting in the mats, താഴെ പായിലിരിക്കുന്നവർ, those who are right standing around, ചുറ്റും നിൽക്കുന്നവരായ those സഹോദരർ, who love purity of life, ജീവിതത്തിന്റെ നിർമ്മലതയെ കാക്ഷിക്കുന്നവർ എല്ലാവരും shall we all shout hallelujah? എല്ലാവർക്കും ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. Oh, beloved ones, the time is short. പ്രിയരെ, സമയം വളരെ It ചുരുങ്ങിയിരിക്കുന്നു. is true. I am very blunt in my preaching. എന്റെ I am very blunt. Blunt. ഞാൻ എന്റെ പ്രസംഗത്തിൽ വളരെ കർക്കശമുള്ളവനായി. I don't know how to preach a spicy sermon to make people to laugh and make happy to go away. മറ്റ് ജനങ്ങളെ ചിരിപ്പിച്ച് സന്തോഷിപ്പിച്ച് എങ്ങനെ അവരെ ആസ്വാദ്യകരമായ നിലയിൽ ഒരു സന്ദേശം കൊടുത്ത് അയക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. If you want to be a happy man, you go to some concerts and singing. But it is one thing to be happy and it is another thing to be holy. നിങ്ങൾക്ക് സന്തോഷം അനുഭവിച്ച് കടന്നു പോകുവാനാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഏതെങ്കിലും നൃത്തരംഗങ്ങളോ അല്ലെങ്കിൽ വിനോദശാലകളിലോ നിങ്ങൾക്ക് പോകാം. എന്നാൽ എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരേ ഒരു സംഗതിയുണ്ട്, അത് വിശുദ്ധിയാണ്. If you want to be happy, you can go somewhere. But if you want to be holy, then you will listen to the word of God. അതെ, സന്തോഷം അനുഭവിപ്പാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകാം. എന്നാൽ വിശുദ്ധരാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവവചനം ശ്രവിക്കൂ. Some people go to some churches because that churches are making them happy. ചില സഭകൾ അവരെ വളരെ സന്തോഷിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് ആ സഭകളിലേക്ക് പോകുന്നവരായി ചിലരുണ്ട്. You must go where you can be holy, not happy. നിങ്ങൾ സന്തോഷം അനുഭവിക്കുന്ന സ്ഥാനത്തേക്കല്ല, പിന്നെയോ വിശുദ്ധരായി തീരുവാൻ കഴിയുന്ന സ്ഥാനത്തേക്കത്രേ പോകേണ്ടുന്നത്. If you really want to hear a happy sermon, Jesus has not. അത് ഒരു സന്തോഷകരമായ സന്ദേശം
കേൾക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൽ യേശു ഉണ്ടായിരിക്കില്ല. No, Jesus has no such sermons. യേശുവിന് അങ്ങനെയുള്ള സന്ദേശങ്ങളില്ല. And Jesus says, "Oh generation of vipers, a person who wants to be happy, will he be tolerating that sermon?" സർപ്പസന്തതികളെ എന്ന് യേശു വിളിക്കുമ്പോൾ സന്തോഷം അനുഭവിപ്പാൻ വരുന്നതായ ഒരു വ്യക്തിക്ക് ആ സംബോധന താങ്ങുവാനാവുമോ? I acknowledge my sin unto thee, and my iniquity have I not hid. I said, I will confess my transgressions unto the Lord, and thou forgavest the iniquity of my sin. Selah. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല, എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. Many Christians do not like the 5th verse in Psalm 32. 32-ാം സങ്കീർത്തനത്തിലെ 5-ാം വാക്യം അനേക ക്രൈസ്തവരും ഇഷ്ടപ്പെടാറില്ല. Properly confessing and forsaking the sin. പാപങ്ങൾ ശരിയായ നിലയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാറില്ല. When you were a sinner, you confess to the Lord and God has forgiven you. നിങ്ങളൊരു പാപി എന്ന നിലയിൽ നിങ്ങളുടെ പാപങ്ങൾ കർത്താവിനോട് ഏറ്റുപറയുമ്പോൾ അവൻ അത് ക്ഷമിച്ചു തരും. But after you have become a child of God, എന്നാൽ നിങ്ങളൊരു ദൈവവൈതലായി തീർന്ന ശേഷം, and you have done some terrible sins, ഏതെങ്കിലും ഭയങ്കരമായ പാപം നിങ്ങൾ ചെയ്താൽ, and you have hidden it from your ministers and others, and you continue to take Holy Communion and appear to be a good believer. നിങ്ങളുടെ നടത്തിപ്പുകാരിൽ നിന്നോ മറ്റു മുതിർന്നവരിൽ നിന്നോ അത് മറച്ചു വെച്ചുകൊണ്ട് തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കുകൊണ്ട് നിങ്ങളൊരു മാന്യനായ വിശ്വാസിയായി തുടരുന്നുവെങ്കിൽ, he that covereth his sin shall not prosper, but he that confesseth and forsaketh shall have mercy. അതെ, തന്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. Confess and forsake. ഏറ്റുപറയുക, ഉപേക്ഷിക്കുക. In the epistle of James we read that call for the elders. യാക്കോബിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നു, അതിനായി സഭയിൽ മുതിർന്നവരെ അഥവാ മൂപ്പനെ വിളിക്കുക. James chapter 5 verse 14. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം. നിങ്ങളുടെ ഇടമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കും. Now read the verse 16. 16-ാം വാക്യം. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. So the prayer of the righteous man availeth much. നീതിമാന്റെ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. So that confession is made with the righteous man, not a sinner or backslider. ആകയാൽ ഈ ഏറ്റുപറച്ചിൽ നടത്തേണ്ടുന്നത് ഒരു പാപിയോടോ പിന്മാറ്റക്കാരനോടോ അല്ല, പിന്നെയോ ഒരു നീതിമാനായ വ്യക്തിയോടാകണം. And earlier read, call the elders. മുമ്പേ വായിച്ചുവല്ലോ, സഭയിലെ മൂപ്പന്മാരെ വിളിക്കാം. And then says confess one to another. അതിനുശേഷം പറയുന്നു തമ്മിൽ പാപങ്ങളെ ഏറ്റുപറയുക. Oh dear child of God, after you were saved, പ്രിയ ദൈവവൈതലേ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ശേഷം even if you are taken a drop of liquor, ഒരു തുള്ളി മദ്യമെങ്കിലും നിങ്ങൾ രുചിച്ചിട്ടുണ്ടെങ്കിൽ, you might have puffed only once, ഒരുപക്ഷെ ഒരിക്കൽ മാത്രം ഒരു പുക നിങ്ങൾ സ്വീകരിച്ചിരിക്കാം. but if you want to be a crystal clear Christian, എന്നാൽ ഒരു സ്ഫടിക തുല്യമായ ക്രൈസ്തവനായിരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, even if you have touched somebody only once with the wrong intention, ഒരിക്കൽ ഒരു വ്യക്തിയെ ഒരു ദുരുദ്ദേശത്തോടെ നിങ്ങളൊന്ന് തൊട്ട് കാണാം, or you know somebody touched you with the wrong intention, ഇല്ലെങ്കിൽ ഒരു ദുരുദ്ദേശത്തോടെ നിങ്ങളെ ഒരാൾ തൊട്ടിരിക്കാം. if you have not confessed, നിങ്ങളത് ഏറ്റു പറഞ്ഞിട്ടില്ലെങ്കിൽ, your eternity will be at stake, at risk, dangerous. നിങ്ങളുടെ നിത്യത എന്നത് അപകടകരമായിരിക്കും. I have no time to mention all the Bible verses. എല്ലാ വേദഭാഗങ്ങളും എടുത്ത് ഉദ്ധരിപ്പാൻ എനിക്ക് സമയം പോരാ. One thing the word of God is very clear. ഒരു കാര്യം ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു. Even if you touch somebody with the wrong intention, ഒരു തെറ്റായ ഉദ്ദേശത്തോടെ നിങ്ങൾ ഒരു വ്യക്തിയെ തൊട്ടിട്ടുണ്ടെങ്കിൽ, and if you are not confessed, അതിനെ നിങ്ങൾ ഏറ്റുപറഞ്ഞിട്ടില്ലെങ്കിൽ, in that state you die. ആ നിലയിൽ നിങ്ങൾ മരിക്കുകയാണെങ്കിൽ, The Bible says those who committed immoral sins, they go to the deepest place in hell. വേദപുസ്തകം പറയുന്നത് ഈ തരത്തിലുള്ള
അധാർമികമായ പാപങ്ങൾ ചെയ്തവർ നരകത്തിൽ ഏറ്റവും ആഴമുള്ള സ്ഥലത്ത് ചെന്ന് പതിക്കും. They go to the hottest place in hell. അവർ നരകത്തിൽ ഏറ്റവും ചൂടുള്ള സ്ഥലത്ത് ചെന്ന് If പതിക്കും. you have a Bible, please open the Bible. Proverbs chapter 9, verse 18. നിങ്ങൾക്ക് വേദപുസ്തകം ഉണ്ടെങ്കിൽ ദയവായി അത് തുറക്കൂ. സദൃശവാക്യങ്ങൾ 9-ാം അധ്യായം 18-ാം വാക്യം വായിക്കൂ. എങ്കിലും മൃഗന്മാർ അവിടെ ഉണ്ടെന്നും അവളുടെ വിരുന്നുകാർ പാതാളത്തിന്റെ ആഴത്തിൽ ഇരിക്കുന്നുവെന്നും അവൻ അറിയുന്നില്ല. Her guests are in the depths of hell. അവളുടെ വിരുന്നുകാർ പാതാളത്തിന്റെ ആഴത്തിലിരിക്കുന്നു. If you read about them, that you will see what type of people are they, immoral people. അവരെ കുറിച്ച് ആ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ഏത് തരത്തിലുള്ള ആളുകളാണെന്ന് അവിടെ വ്യക്തമാകുന്നുണ്ട്. അവർ അധാർമികതയിൽ ജീവിച്ചവർ. Modern times, killing a child because it is in the womb, it is not a sin. ഇന്ന് ഈ ആധുനിക കാലത്ത് ഒരു ശിശു ഉദരത്തിലായിരിക്കുന്ന കാലത്ത് അതിനെ കൊന്നാൽ ഒരു പാപമായി മനുഷ്യൻ കരുതുന്നില്ല. Oh, dear ones, the word of God says they kill innocent in secret places. അതേ പ്രിയരെ, വേദപുസ്തകം പറയുന്നു അവർ രഹസ്യ സ്ഥലങ്ങളിൽ നിഷ്കളങ്ക രക്തത്തെ കൊന്നു. Read that in Psalm 10 verse 8. 10-ാം സങ്കീർത്തനം 8-ാം വാക്യമായി. It is through the modern government may be encouraging abortion. അതെ, ഗർഭഛിദ്രത്തെ ആധുനിക ഭരണകൂടങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. What does the Bible say about that? എന്നാൽ അതിനെക്കുറിച്ച് വേദപുസ്തകം എന്ന് പറയുന്നു. What does say in your Bible? നിങ്ങളുടെ ബൈബിൾ എന്ന് പറയുന്നു. Psalm 10 verse 8. 10-ാം സങ്കീർത്തനം 8-ാം വാക്യം. അവൻ ഗ്രാമങ്ങളുടെ ഒളിവുകൾ പരിഹരിക്കുന്നു, മറവിടങ്ങളിൽ വെച്ച് അവൻ കുറ്റമില്ലാത്തവനെ കൊല്ലുന്നു. In the secret places doth he murder the innocent. മറവിടങ്ങളിൽ വെച്ചവൻ കുറ്റമില്ലാത്തവനെ രക്തത്തെ കൊല്ലുന്നു. That innocent child in the secret place murders. അതെ, ആ കുറ്റമില്ലാത്ത പരമാർത്ഥിയായ കുഞ്ഞിനെ രഹസ്യ സ്ഥലത്ത് രഹസ്യമായി കൊല്ലുന്നു. Oh murderer, it is time for you to confess and repent and forsake sin. അല്ലയോ കുലപാതകനെ, നിനക്ക് നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ, ക്ഷമിക്കപ്പെടുവാൻ, അതെ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുവാൻ തക്ക സമയമാണിത്. Perhaps because we are preaching about holiness and truth, many people may not like to remain in this fellowship. It doesn't matter. അതെ, വിശുദ്ധിയെക്കുറിച്ചും യഥാർത്ഥ സത്യത്തെക്കുറിച്ചും ഞങ്ങൾ ധൈര്യത്തോടെ പ്രസ്താവിക്കുന്നതിനാൽ ചിലർ ഈ കൂട്ടായ്മയിൽ തുടരുവാൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കാം. അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല. Our only aim is not just to add people. Our only aim is to present every man perfect in Christ or prepare people for the coming of the Lord. സഭയിൽ എങ്ങനെയെങ്കിലും കുറെ ആളുകളെ കൂട്ടുക എന്നതല്ല ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ ഒരേ ഒരു ലക്ഷ്യം ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി കർത്താവിന്റെ വരവിൽ അവന്റെ മുമ്പാകെ നിർത്തണമെന്നതാണ്. Therefore, confession and forsaking wherever confession needed, it is essential. ആകയാൽ ഏറ്റുപറയുക, ഉപേക്ഷിക്കുക, എവിടെയൊക്കെ ഈ ഏറ്റുപറച്ചിൽ ആവശ്യമോ അവിടെയെല്ലാം അത് ചെയ്യുക. Even in the book of Joshua, read, യോശുവയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, when Achan was caught, ആഖാൻ പിടിക്കപ്പെട്ടപ്പോൾ, and what Joshua says, my son, confess to God and confess to me also. യോശുവ എന്താണ് പറയുന്നത്? എന്റെ മകനെ, നീ ദൈവത്തോട് ഏറ്റുപറയുക, എന്നോടും ഏറ്റുപറയുക. Chapter 7 verse 19. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 19-ാം വാക്യം. യോശുവ ആഖാനോട്, മകനെ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റുപറയുക, നീ എന്തു ചെയ്തുവെന്ന് പറയുക, എന്നോട് മറച്ചു വയ്ക്കരുത്. Hide it not from me also. അത് നീ എന്നോടും മറച്ചു വെക്കരുത്. That is the principle of the word of God. അതാണ് ദൈവവചനത്തിൽ അനുശാസിക്കുന്ന തത്വം. And we read, coming back to Psalm 32, 32-ാം സങ്കീർത്തനത്തിലേക്ക് നാം മടങ്ങി വന്നാൽ, David thought there is no need to confess to anyone. ഇത് ആരോടും ഏറ്റുപറയേണ്ട ആവശ്യമില്ല എന്ന് ദാവീദ് ചിന്തിച്ചു. I am the king of Israel. ഞാൻ ഇസ്രായേലിലെ രാജാവാണല്ലോ. No, that was not the principle of God. ഇല്ല, അതല്ല ദൈവത്തിന്റെ വഴി. God told the servant of God, Nathan, ദൈവം തന്റെ ശുശ്രൂഷകനായ നാഥാനോട് പറഞ്ഞു, go and confront David. നീ ചെന്ന് അവന് കുറ്റബോധം വരുത്തുക. And such sin he has done. അത്ര വലിയ പാപമാണ് അവൻ ചെയ്തിരിക്കുന്നത്. And he confronted him.
അങ്ങനെ അവന് കുറ്റബോധം വരിച്ചു. And he faced him. തന്നെ He confronted, he faced him. ദാവീദിനെ ഈ നാഥാൻ നേരിട്ടു. And he had to confess. അവൻ ഏറ്റു പറഞ്ഞു, Yes, I have sinned against you. അതെ, ഞാൻ ദൈവത്തോട് പാപം The Lord ചെയ്തു. told yes, God has forgiven you. അതെ, ദൈവം നിന്നോട് ക്ഷമിച്ചിരിക്കുന്നുവെന്നല്ല. But there are 7 judgments of punishments going to come upon you. നിന്റെ മേൽ 7 വിധമായ ശിക്ഷാവിധി, ന്യായവിധി വരുവാൻ പോകുന്നുവെന്നാണ് പറഞ്ഞത്. The man who delayed for a short time and confessed, see what happened to him. നോക്കുക, ഏറ്റു പറയുവാൻ അല്പം താമസിച്ചൊരു മനുഷ്യന് സംഭവിപ്പാൻ പോകുന്നവ എന്തെല്ലാമാകുന്നു. How long have you been hiding your sin? ഇനിമേൽ നിങ്ങളുടെ പാപങ്ങളെ എത്ര കാലം നിങ്ങൾ ഇങ്ങനെ മറച്ചു വെക്കും? Tonight as we are speaking, don't you feel a conviction in your spirit? ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആത്മാവിൽ ഒരു കുറ്റബോധം ഉളവാകുന്നില്ലേ? Tonight you can be free. ഇന്ന് രാത്രി നിങ്ങൾക്ക് സ്വതന്ത്രരായി തീരാം. Make a decision to confess and repent and forsake. മാനസാന്തരപ്പെടുവാൻ, ഏറ്റുപറയുവാൻ, ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുക. You may ask, what are the sins? എന്താണ് പാപങ്ങൾ എന്നൊരു പക്ഷേ നിങ്ങൾ ചോദിച്ചേക്കാം. That is left to your conscience. അത് നിങ്ങളുടെ മനസാക്ഷിയെ മറികടക്കുകയെന്നത്. No, what that is left, whatever your conscience is dictating to confess it. നിങ്ങളുടെ മനസാക്ഷിയിൽ നിങ്ങൾ ഏറ്റുപറയത്തക്കതായി നിങ്ങൾക്ക് പ്രേരണയുണ്ടാകുന്നത് എന്തെല്ലാമോ അവ ഏറ്റുപറയുക. Then God will have mercy on you. അപ്പോൾ കർത്താവ് നിങ്ങളോട് കരുണ കാണിക്കും. I remember a story about a master who had 2 servants. 2 ദാസന്മാരുണ്ടായിരുന്ന ഒരു യജമാനന്റെ കഥ എനിക്ക് ഓർമ്മയുണ്ട്. A senior servant and a junior servant. ഒരു മൂത്ത ദാസനും ഒരു ഇളയ ദാസനും. Junior was newly appointed. ആ ഇളയ ദാസൻ പുതുതായി നിയോഗിക്കപ്പെട്ടയാളാണ്. Every day when the master will go to office, will divide the work to the servants and he will go to office. എല്ലാ ദിവസവും യജമാനൻ ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് At a duck that belonged to the master, and the duck died. ഒരു ദിവസം ആ ഇളയ ദാസൻ തന്റെ യജമാനന്റെ താറാവുകളിൽ ഒന്നിനെ കല്ലെറിഞ്ഞ് കൊല്ലുവാനിടയായി. And now the young servant was worried because if it will come to know, the master will come to know, perhaps he may sack him. ഈ ഇളയ ദാസൻ അവൻ വളരെ ഭാരപ്പെട്ടു. താൻ ചെയ്തതായി ഈ കാര്യം യജമാനൻ അറിയുമ്പോൾ ഒരുപക്ഷെ അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമോ എന്നവൻ ഭാരപ്പെട്ടു. The elder one told, don't worry, there are so many ducks and you just bury it, I will not tell the master. മൂത്തവൻ പറഞ്ഞു, നീ ഇതിനെക്കുറിച്ചൊന്നും ഭാരപ്പെടണ്ട, യജമാനൻ എത്രയോ താറാവുകളുണ്ട്, നീ അതിനെ എടുത്ത് കുഴിച്ചിടുക, ഞാനിതാരോടും പറയത്തില്ല. And he buried the duck. അവൻ ആ താറാവിനെ കുഴിച്ചിട്ടു. And next morning as usual, the master had divided the work and gone to office. അടുത്ത ദിവസവും രാവിലെ പതിവ് പോലെ യജമാനൻ ദാസന്മാർക്ക് 2 പേർക്കുമായി ജോലി വിഭജിച്ചു കൊടുത്തിട്ട് ഓഫീസിൽ പോയി. And the elder servant went and sat on the easy chair and asked the younger one, you do my work also today. മൂത്തവൻ ചെന്നൊരു ഈസി ചെയറിൽ കിടന്നുകൊണ്ട് ഇളയവനോട് പറഞ്ഞു, ഇന്ന് ഞാൻ ചെയ്യേണ്ട ജോലിയും കൂടെ നീ ചെയ്യണം. But then the younger one pleaded, no, you do your work, I will do my work. അപ്പോൾ ആ ഇളയവൻ പറഞ്ഞു, ഇല്ല, എന്നെ കൊണ്ടത് കഴിയില്ല, നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്യുക, ഞാൻ എന്റെ ജോലി ചെയ്യാം. Then the elder one told, duck. അപ്പോൾ മൂത്തവൻ പറഞ്ഞു, താറാവ്. Then he was frightened. അപ്പോൾ അവൻ ഭയപ്പെട്ടു. He will tell about the duck to the master, finished. കഴിഞ്ഞ ദിവസത്തെ ആ താറാവിനെ കുറിച്ച് യജമാനനോട് ഇവൻ പറഞ്ഞാൽ അതോടെ കഥ കഴിഞ്ഞു. So that day, with great difficulty, he did, the younger one did, the elder's work also. അന്നത്തെ ദിവസം വളരെ ബദ്ധപ്പാടോടെ തന്റെ ജോലികൾ തീർത്ത മൂത്തവന്റെ ജോലിയും കൂടെ ഇവൻ ചെയ്തു. But the second day also he went and sat and told, duck. 2ാം ദിവസവും അതുപോലെ തന്നെ അവൻ ചെന്നൊരു കസേരയിൽ ഇരുന്നിട്ട് മറ്റവനോട് പറഞ്ഞു, താറാവ്. That means he had to do his work also. അതിന്റെ അർത്ഥം ഇന്നലത്തെ പോലെ ഇന്നും അവന്റെ ജോലിയും കൂടി ഇവൻ ചെയ്യണമെന്നാണ്. He did the second day also. 2ാം ദിവസവും അങ്ങനെ ചെയ്തു. And the third day what happened? 3ാം ദിവസം സംഭവിച്ചതെന്ത്? Again he went and sat down. വീണ്ടും അവൻ ചെന്ന് പഴയതുപോലെ ഈസി ചെയറിൽ കിടന്നു. Younger one went and pleaded with him, please today do your work and I will do my work. ഈ ഇളയവൻ ചെന്ന് പറഞ്ഞു, ദയവായി ഇന്ന് നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്യണം, എനിക്ക് എന്റെ ജോലിയെ ചെയ്യാൻ കഴിയൂ, ദയവായി നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്. Again he told duck.
വീണ്ടും അവൻ പറഞ്ഞു താറാവ്. This continued for number of days. ഇത് പല ദിവസങ്ങൾ ആവർത്തിച്ചു. And so number of days the younger one was doing 2 persons job, and that too before the master comes he had to finish the work also. അനേക ദിവസങ്ങൾ ഇങ്ങനെ ഈ ഇളയവൻ രണ്ടുപേരുടെയും ജോലി ചെയ്തു തീർക്കേണ്ടതായി വന്നു. അത് മാത്രവുമല്ല, യജമാനൻ വീട്ടിൽ വരുന്നതിന് മുമ്പ് എല്ലാം ചെയ്തു തീർക്കുകയും വേണം. And one day he decided, ഒരു ദിവസം അവൻ തീരുമാനിച്ചു, it's getting too much for me. And it's too much, it's very difficult. ഇതെന്നെ സംബന്ധിച്ച് വളരെ പ്രയാസമാണ്. And I am going to tell the master whether he will sack me or kill me, it doesn't matter. അവൻ എന്നെ ജോലിയിൽ പിരിച്ചുവിടുകയോ കൊല്ലുകയോ എന്തും ചെയ്യട്ടെ, അത് പ്രശ്നമല്ല. ഞാൻ ചെന്ന യജമാനനോട് എന്റെ തെറ്റ് ഏറ്റുപറയും. That evening when the master came, അന്ന് വൈകുന്നേരം യജമാനൻ വന്നപ്പോൾ he went to the gate to open the door for the car. താൻ ഓടിച്ചെന്ന് അദ്ദേഹത്തിന്റെ കാർ അകത്ത് കയറുവാൻ വാതിൽ തുറന്നു കൊടുത്തു. As soon as the master came out of the car, യജമാനൻ കാറിൽ നിന്ന് ഇറങ്ങി വന്നാൽ ഉടനെ he told, അവൻ sir, പറഞ്ഞു, I am very sorry. Sir, I am very sorry. സാർ, ഞാൻ വളരെ ഖേദിക്കുന്നു. And few days ago I threw a stone at a duck by mistake and it got killed. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അബദ്ധത്തിൽ ഒരു കല്ലെടുത്ത് എറിഞ്ഞു, നമ്മുടെ താറാവുകളിൽ ഒന്ന് ചത്തുപോയി. I will be careful hereafter, please forgive me. ഇനിമേൽ ഞാൻ വളരെ ജാഗ്രതയായിരുന്നു കൊള്ളാം, ദയവായി എന്നോട് ക്ഷമിക്കണമേ. Master told, all right, you are forgiven, but in future be careful. യജമാനൻ പറഞ്ഞു, ശരി, നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, മേലാൽ സൂക്ഷിച്ചുകൊള്ളുക. Of course, this confession the elder servant did not know. ഈ ഏറ്റുപറച്ചിൽ ആ മൂത്ത വേലക്കാരൻ അറിഞ്ഞില്ല. Next morning also, as usual, the elder one went and sat on the easy chair. അടുത്ത ദിവസവും രാവിലെ ഈ മൂത്തവൻ പതിവ് പോലെ ചെന്ന് ഈസി ചെയറിലിരുന്നു. And this time the younger one went to him. ഈ സമയത്ത് ഈ ഇളയവൻ അവന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, Look, today you have to do your work and I will do only my work. നോക്കുക, ഇന്ന് നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്യണം, ഞാൻ എന്റെ ജോലി മാത്രമേ ചെയ്യൂ. And as usual, the elder one told, duck. പഴയതുപോലെ പതിവ് പോലെ മൂത്തവൻ പറഞ്ഞു, താറാവ്. Then the younger one told, duck or dick, I am not going to do your work. അപ്പോൾ ഇളയവൻ പറഞ്ഞു, താറാവോ കീരാവോ അതൊന്നും എനിക്കറിയണ്ട, ഞാൻ എന്റെ ജോലിയെ ചെയ്യൂ. Because he was free after confession. എന്തുകൊണ്ടെന്നാൽ ഏറ്റുപറച്ചിലിന് ശേഷം അവന്റെ ഉള്ളിൽ ഒരു വലിയ സ്വാതന്ത്ര്യമുണ്ട്. There is no burden at all. ഇനിമേൽ അവന്റെ ഉള്ളിൽ ഭാരമൊന്നുമില്ല. There may be some people like the younger servant tonight. ഇന്ന് രാത്രികാലം ആ ഇളയദാസനെ പോലെ ഇരിക്കുന്നവർ ചിലർ ഇവിടെ ഉണ്ടായിരിക്കാം. Your heart may be burning. നിങ്ങളുടെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കുകയാകാം. Either you are not confessed, നിങ്ങൾ ഏറ്റുപറഞ്ഞിട്ടില്ലായിരിക്കാം, or else you may not have confessed properly. നിങ്ങൾ ഏറ്റുപറഞ്ഞിരിക്കാം, അല്ലെങ്കിൽ ശരിയായ നിലയിൽ By ഏറ്റുപറഞ്ഞിട്ടില്ലായിരിക്കാം. the way, in the Bible, listen, in the Bible, the Greek word for confession, homologio, means confess the same thing. ഹോമോലോജിയ എന്നാണ് ഏറ്റുപറച്ചിൽ എന്നതിന് മൂലഭാഷയിൽ ഗ്രീക്കിലുള്ള പദം. അതിന്റെ ശരിയായ അർത്ഥം എന്നത് Confess the same thing, speak the same thing. അതേ കാര്യം തന്നെ പറയുക, അതേ കാര്യം ഏറ്റുപറയുക. You might have done something wrong. നിങ്ങൾ ഏതെങ്കിലും തെറ്റ് ചെയ്തിരിക്കാം. You may put half of the blame upon somebody else. അതിന്റെ കുറ്റം പകുതി മറ്റൊരാളുടെ മേൽ നിങ്ങൾ ചുമത്തിയിട്ട്, And 40% you will blame the circumstances. 40% സാഹചര്യങ്ങളെ പഴിച്ചുകൊണ്ട്, And 10% you agree. 10% നിങ്ങൾ That അംഗീകരിക്കുന്നതാവാം. is not homologio, confess speak the same thing. അതല്ല ഹോമോലോജിയോ, അതായത് നിങ്ങളുടെ തെറ്റ് ഉള്ളതുപോലെയുള്ള ഏറ്റുപറച്ചിൽ, അതല്ല. For example, we read in the Bible, Aaron, the first high priest, he committed a great sin. ഉദാഹരണത്തിന് വേദപുസ്തകത്തിൽ അഹരോന്റെ ജീവിതത്തിൽ താൻ ചെയ്ത ഒരു ഭയങ്കരമായ പാപത്തെ കുറിച്ച് പറയുന്നു. He made a golden calf, Bible says. വേദപുസ്തകം പറയുന്നത് താൻ ഒരു സ്വർണ്ണ കാളക്കുട്ടിയെ ഉണ്ടാക്കി. And he himself with the tools he shaped into a golden calf. താൻ തന്നെ ആയുധങ്ങൾ കൊണ്ട് പണി ചെയ്ത ഒരു പൊന്നുകൊണ്ടൊരു കാളക്കുട്ടിയെ കുത്തിയുണ്ടാക്കി. And made people to worship that golden calf. ആ പൊന്നുകൊണ്ടുണ്ടാക്കിയ കാളക്കുട്ടിയെ ജനം ആരാധിക്കുമാറാക്കി. But when Moses came down from the mountain എന്നാൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ and asked Aaron, what have you done? നീ ചെയ്തത് എന്താ എന്ന് അഹരോനോട് ചോദിച്ചു. He confessed, but not properly.
അവൻ ഏറ്റുപറഞ്ഞു, പക്ഷേ ശരിയായ നിലയിലായിരുന്നില്ല. You know what he confessed? താൻ ഏറ്റുപറഞ്ഞത് എന്തെന്ന് നിങ്ങൾക്കറിയാമോ? I took the gold and put in the fire, ഞാൻ ഈ പൊന്നെടുത്ത് തീയിൽ ഇട്ടു, and lo and behold, out of the fire there came out a golden calf. ആ തീയിൽ നിന്ന് ഇങ്ങനെ ഒരു പൊന്നുകൊണ്ടുള്ള കാളക്കുട്ടി പുറത്തു വന്നു. So whose mistake it could be? ഇത് ആരുടെ തെറ്റാണ്? Only my mistake is putting the gold into the fire. എന്റെ തെറ്റ്, ഞാൻ ആ പൊന്ന് തീയിലിട്ടു എന്നൊരു കുറ്റമേ ഉള്ളൂ. Look at what the confession, that the wrong confession that Aaron made in Exodus 32 verse 24. പുറപ്പാട് പുസ്തകം 32:24 നോക്കുക. അഹരോൻ ചെയ്ത ആ തെറ്റായ ഏറ്റുപറച്ചിൽ. ഞാൻ അവരോട് പൊന്നുള്ളവരത് പറിച്ചെടുക്കട്ടെ എന്ന് പറഞ്ഞു. അവർ അത് എന്റെ പക്കൽ തന്നു. ഞാനത് തീയിലിട്ട് ഈ കാളക്കുട്ടി പുറത്തു വന്നു. See, this golden calf obviously walked out of the fire. ഈ കാളക്കുട്ടി ആ തീയിൽ നിന്ന് പുറത്തു വന്നു. So what can I do? A fire seemed to have done something wrong. ആകയാൽ എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? ഞാൻ ചെയ്തത് പൊന്ന് തീയിലിട്ടു, തീയാണ് എന്തോ ചില തെറ്റായ കാര്യങ്ങൾ ചെയ്തത്. With that false confession, Aaron could not go to Canaan. ആ തെറ്റായ ഏറ്റുപറച്ചിൽ നിമിത്തം അഹരോന് കനാനിൽ പോകുവാൻ കഴിഞ്ഞില്ല. With the wrong confession, you cannot go to heaven. അതേ തെറ്റായ ഏറ്റുപറച്ചിൽ നിമിത്തം സ്വർഗത്തിൽ പോകുവാൻ നിങ്ങൾക്ക് കഴിയുന്നതല്ല. Tonight, the Lord is asking you, precious child of God. ദൈവത്തിന്റെ വിലയേറിയ പൈതലേ, ഇന്ന് രാത്രി കർത്താവ് നിന്നോട് ചോദിക്കുന്നു, You make a decision. നീ ഒരു തീരുമാനമെടുക്കുക. Like the prodigal son. ആ മുടിയൻ പുത്രനെ പോലെ He decided to go back to the father. അവൻ പിതാവിന്റെ അടുക്കൽ മടങ്ങി പോകുവാൻ തീരുമാനിച്ചു. You may be a prodigal son or a prodigal daughter. നിങ്ങൾ ഒരു മുടിയനായ പുത്രൻ അല്ലെങ്കിൽ ഒരു മുടിയായ പുത്രിയായിരിക്കാം. But the interesting thing that we read in the Bible about the prodigal son. എന്നാൽ ആ മുടിയൻ പുത്രനെ കുറിച്ച് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നതായ ഒരു നല്ല കാര്യം എന്തെന്നാൽ, Prodigal son started going towards the father. അവൻ അപ്പന്റെ അടുക്കലേക്ക് മടങ്ങി പോകുവാൻ തുടങ്ങി. But what did the father do? എന്നാൽ അപ്പൻ എന്ത് ചെയ്തു? Father started running towards the son. അപ്പൻ എഴുന്നേറ്റ് ഈ മകന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു. Son was not running towards the father. മകൻ അപ്പന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുകയല്ലായിരുന്നു. Started going towards the father. That's all. അവൻ അപ്പന്റെ അടുക്കലേക്ക് പോകുവാൻ തുടങ്ങി. അത്രമാത്രം. Perhaps his movement might have been very slow. ഒരുപക്ഷെ അവന്റെ നീക്കങ്ങൾ വളരെ സാവധാനമായിരുന്നിരിക്കാം. We read about the father, he started running towards the. എന്നാൽ അപ്പനെ കുറിച്ച് എന്താണ് വായിക്കുന്നത്? മകനെ കണ്ടപ്പോൾ ഓടിച്ചെന്നു. Listen, when you take one step towards God, God will take 100 steps towards you. ശ്രദ്ധിക്കുക, നിങ്ങൾ ദൈവത്തോടടുക്കുവാൻ ഒരു ചുവട് മുൻപോട്ട് വയ്ക്കുമ്പോൾ ദൈവം നിങ്ങളോടടുക്കുവാൻ 100 ചുവട് മുൻപോട്ട് വയ്ക്കും. Hallelujah. Hallelujah. Tonight you must take that step towards the Lord. ഇന്ന് രാത്രി നിങ്ങൾ ദൈവത്തിങ്കലേക്ക് ആ ചുവട് മുൻപോട്ട് വയ്ക്കണം. Then you will have a crystal clear Christian life. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് സ്ഫടികതുല്യമായ ഒരു ക്രൈസ്തവ ജീവിതമുണ്ടാകും. Your heart will be pure as gold. നിങ്ങളുടെ ഹൃദയം പൊന്നുപോലെ നിർമ്മലമായി തീരും. It will become whiter than snow. അത് ഹിമത്തേക്കാൾ വെണ്മയായി തീരും. Oh, what a beautiful life it is. അതെത്ര ശ്രേഷ്ഠമായ മനോഹരമായ ജീവിതമാണ്. And once we confess and forsake sin, what will happen? ഒരിക്കൽ നാം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ സംഭവിക്കുന്നതെന്താ? Some beautiful things will happen. ചില മനോഹരമായ സംഗതികൾ സംഭവിക്കും. Coming back to Psalm 32 verse 6. 32-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് മടങ്ങി വരാം. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. Oh, what a blessed promise it is, beloved ones. പ്രിയരെ, ഇതെത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു വാഗ്ദത്തമാണ്. Surely in the floods of great waters they shall not come nigh unto him. അതെ, ഏറിയ വെള്ളങ്ങൾ വന്നാലും അത് നിന്നോട് അടുത്തു വരികയില്ല. Are you really hearing the word of God? നിങ്ങൾ ദൈവവചനം വാസ്തവമായി കേൾക്കുന്നുവോ? Once you receive forgiveness of sins, ഒരിക്കൽ പാപക്ഷമയുടെ നിശ്ചയം നിങ്ങൾ പ്രാപിച്ചാൽ there is no hidden unconfessed sin in your life. നിങ്ങൾ ഏറ്റുപറയാത്തതായി നിങ്ങളിൽ മറച്ചു വച്ചിരിക്കുന്ന യാതൊരു പാപവും ഇല്ലെങ്കിൽ, Once all sins are forgiven, നിങ്ങളുടെ പാപങ്ങൾ എല്ലാം ഒരിക്കൽ ക്ഷമിക്കപ്പെട്ടുവെങ്കിൽ, surely
the floods of great waters. Floods, Bible speaks about great trials. Great trouble. പെരുവെള്ളം എന്നത് വേദപുസ്തകം പറയുമ്പോൾ വലിയ പരീക്ഷകൾ, പ്രതിസന്ധികളെ കാണിക്കുന്നു. Although they may come, ഒരു പക്ഷേ അവ വന്നേക്കാം, വരും. They will not come near to you. എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. In Malayalam, surely is not there. Surely, in the floods of great waters, they shall not come near you. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് നിന്റെ അടുക്കൽ എത്തുകയില്ല. തീർച്ചയായും, surely. തീർച്ചയായും എത്തുകയില്ല. That is an assurance. അത് ഒരു ഉറപ്പാകുന്നു. In this new millennium, ഈ പുതുസഹസ്രാബ്ദത്തിൽ, in this new year, ഈ പുതുവർഷത്തിൽ troubles will not come near to you. അതെ, പ്രതിസന്ധികൾ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. Trials and troubles may come, but it will not come near you. പരീക്ഷകളും പ്രതിസന്ധികളും വന്നേക്കാം, എങ്കിലും അത് നിങ്ങളോട് അടുക്കലെത്തുകയില്ല. God will be a wall of fire around you. ദൈവം നിങ്ങൾക്ക് ചുറ്റും അഗ്നിമതിലായിരിക്കും. God will guarantee that floods will not come near you. അതെ, ഈ പെരുവെള്ളം നിന്റെ അടുക്കൽ എത്തുകയില്ല എന്ന് കർത്താവ് നിനക്ക് ഉറപ്പ് തരുന്നു. The devil has no right to touch you when your life is right with God. നിന്റെ ജീവിതം ദൈവത്തോട് നീ ക്രമീകരിച്ചു കഴിയുമ്പോൾ പിശാചിന് നിന്നെ തൊടുവാൻ അധികാരമില്ല. God will make a wall all around you. നിനക്ക് ചുറ്റുമായി ദൈവം ഒരു മതിലിട്ടുകൊള്ളും. Your family will be covered by the blood of Jesus. നിങ്ങളുടെ കുടുംബം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ പൊതിയപ്പെട്ടിരിക്കും. Your children, when they go to school and come back or etc., God will be all around them. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലോ കോളേജിലോ പോവുകയും വരികയും ചെയ്യുമ്പോൾ മറ്റേത് കാര്യത്തിലും ദൈവം അവരെ പൊതിഞ്ഞുകൊള്ളും. Once we confess and repent and return to God. ഒരിക്കൽ നിങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദപിച്ച ദൈവത്തിലേക്ക് മടങ്ങി വന്നാൽ, surely the floods of waters cannot come near us. അതെ, ഈ പെരുവെള്ളം വന്നാൽ അത് തീർച്ചയായും നിങ്ങളുടെ അടുക്കൽ എത്തുകയില്ല. Not only that, what does the 7th verse say? മാത്രമല്ല 7ാം വാക്യം എന്ന് പറയുന്നു, നീ എനിക്ക് മറുവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. Oh, is it not beautiful, dear child of God? അതേ പ്രിയ ദൈവമക്കളെ, ഇത് വളരെ മനോഹരമായതല്ലേ? Thou art my hiding place. നീ എനിക്ക് മറവിടമാകുന്നു. Therefore don't hide sin. Sin can never hide you. ആകയാൽ നിങ്ങൾ പാപത്തെ മറച്ചു വെക്കരുത്. ആ പാപം നിങ്ങളെ മറയ്ക്കുകയില്ല. It can never hide you. അതൊരിക്കലും നിങ്ങളെ മറയ്ക്കുവാൻ കഴിയുന്നതല്ല. Only God can hide you. നിങ്ങളെ മറയ്ക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. And the Lord shall preserve us from trouble. ദൈവം നമ്മെ പരീക്ഷകളിൽ നിന്ന് വിടുവിച്ച് കാക്കും. And thou shalt compass me about with songs of deliverance. അതെ, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട്, വിടുതലിന്റെ ഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. Malayalam is very wrong. Thou shalt compass me about with songs of deliverance. അതെ, വിടുതലിന്റെ സ്വാതന്ത്ര്യത്തിന്റെ സംഗീതം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. If there are songs of deliverance, do you agree with me? There must be songs of bondage also. അതെ, സ്വാതന്ത്ര്യത്തിന്റെ സംഗീതം ഉണ്ടെങ്കിൽ ബന്ധനത്തിന്റെ സംഗീതം ഉണ്ടെന്നുള്ളത് നിങ്ങൾ എന്നോടൊത്ത് സമ്മതിക്കുമോ? There are so many young people, the pop music and the rock music and the rap music, I don't know what are the music, that will bring them under bondage. പോപ്പ് മ്യൂസിക്, റോക്ക് മ്യൂസിക്, റാപ്പ് മ്യൂസിക്, ഇങ്ങനെ തുടങ്ങി ആധുനിക സംഗീത സംവിധാനത്തിലുള്ള മറ്റനേക സംഗതികൾ ഇന്ന് അനേക യുവതി യുവാക്കൾ അതിനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയല്ലേ? I know in a place a believer was listening all night a wrong type of song. തെറ്റായ രീതിയിലുള്ളതായ സംഗീതം ഒരു രാത്രി മുഴുവൻ കേട്ടുകൊണ്ട് ഇരുന്നതായ ഒരു വിശ്വാസിയെ എനിക്കറിയാം. Yes, morning about 3 o'clock his wife telephoned and called. അതിരാവിലെ 3 മണിക്ക് തന്റെ ഭാര്യയെ ഫോൺ വിളിച്ച് പറഞ്ഞു. When we went to the house, താൻ വീട്ടിൽ ചെന്ന്, that man became a madman, an engineer doing a very good job in the United Nations. ഞങ്ങൾ ആ വീട്ടിൽ ചെന്നപ്പോൾ, അതായത് അദ്ദേഹം ഒരു സമർത്ഥനായ എഞ്ചിനീയറാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നല്ല ഒരു ഉദ്യോഗം നോക്കുന്ന ആളായിരുന്നു. ഞങ്ങൾ ആ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം ഒരു ഭ്രാന്തനായി കിടക്കുന്നത് കണ്ടു. He's a madman. He became a madman that night. അന്ന് രാത്രി താൻ ഒരു ഭ്രാന്തനായി മാറി. It took such a long time, at least few months, for him to get deliverance. അത്ര തെറ്റായ പാട്ടുകളാണ് താൻ കേട്ടത്. തനിക്ക് പൂർണ്ണ വിടുതൽ കിട്ടുവാൻ പല
മാസങ്ങൾ വേണ്ടി വന്നു. Finally, I asked him, ഒടുവിൽ ഞാൻ അദ്ദേഹത്തോട് how ചോദിച്ചു, did this demon enter you? എങ്ങനെയാണ് ഈ പിശാച് നിങ്ങളുടെ ഉള്ളിൽ കടന്നത്? He told, Pastor, I was listening such and such tape all night. പാസ്റ്റർ, ഇന്നിന്നതായ സംഗതികളൊക്കെ രാത്രി മുഴുവൻ ഞാൻ കേട്ടുകൊണ്ട് കിടന്നു. I was listening to a particular cassette song. ഒരു പ്രത്യേക പാട്ടിന്റെ കാസറ്റ് രാത്രി മുഴുവൻ ഞാൻ ശ്രദ്ധിച്ചു. And I did not know what happened to me. അതിനുശേഷം എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. Be careful when you listen to the cinema songs and so many other worldly songs. A demon is after you. അതേ, സിനിമാ ഗാനങ്ങൾ അതുപോലെയുള്ള ലൗകികമായ സംഗീതങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ വളരെ ജാഗ്രതയോടെ കരുതിക്കൊള്ളുക, അതിന്റെ പിന്നിൽ നിങ്ങളുടെ അകത്ത് കടക്കുന്ന ഒരു ഭൂതം ഉണ്ട്. Oh, there is no time to mention in the Bible. There is one fallen angel called anointed cherubim. എല്ലാ വേദഭാഗങ്ങളും എടുപ്പാൻ സമയം പോരാ. ബൈബിളിൽ അഭിഷിക്തനായ കെരൂബ് എന്ന വീണുപോയ ഒരു ദൂതനെ കുറിച്ച് പറയുന്നുണ്ട്. So many worldly songs are composed with the influence of fallen angels. ഈ വീണുപോയ ദൂതന്റെ പ്രേരണയാലാണ് ലോകത്തിലുള്ള അനേക തെറ്റായ സംഗീതാവിഷ്കാരവും ഉണ്ടായിട്ടുള്ളത്. You should not have the CD or cassette of the worldly music in your house. A demon may enter into your house. നിങ്ങളുടെ വീട്ടിൽ ലൗകികമായ സംഗീതത്തിന്റേതായ കാസറ്റുകൾ, സീഡികൾ ഒന്നും ഉണ്ടായിരിക്കരുത്. എന്തുകൊണ്ടെന്നാൽ അതിന്റെ പിന്നിൽ നിങ്ങളിൽ കടക്കുന്ന ഒരു ഭൂതാത്മാവുണ്ട്. I have so many stories to mention, but time is short. I have to close. അതിനെ തെളിയിക്കത്തക്കതായ അനേക സംഭവങ്ങൾ പറയുവാനുണ്ട്. എങ്കിലും സമയം പോരായികയാൽ ഞാൻ വാക്കുകളെ ചുരുക്കട്ടെ. Compass me about with songs of deliverance. സ്വാതന്ത്ര്യത്തിന്റെ പാട്ടുകളാൽ നീ എന്നെ ചുറ്റിക്കൊള്ളും. So our songs in our mouth and heart and in our house should be songs of deliverance. ആകയാൽ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന, നമ്മുടെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന പാട്ട് എന്നത് സ്വാതന്ത്ര്യത്തിന്റെ രക്ഷയുടെ പാട്ടായിരിക്കണം. Finally, let me mention this point before I close. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും മുമ്പ് ഒരു പ്രത്യേക വിഷയം കൂടെ ഓർപ്പിക്കട്ടെ. There are two ways God can guide us. നിങ്ങളെ നടത്തുവാൻ കഴിയുന്ന രണ്ട് മാർഗങ്ങൾ ദൈവത്തിന്റെ പക്കലുണ്ട്. It is up to you to decide which way you want God to guide you. ദൈവം നിങ്ങളെ ഇതിൽ ഏത് വിധം നടത്തണമെന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. That is verse 8 and 9 speaks about that. 8ഉം 9ഉം വാക്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നു. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതയെയും പോലെ ആകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു. അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകയില്ല. First, God wants to guide. I will instruct thee and teach thee in the way which thou shalt go. I will guide thee with mine eyes means God wants to guide us in love. ഒന്നാമത് ദൈവം നമ്മെ നടത്തുവാൻ ഉദ്ദേശിക്കുന്ന മാർഗം, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അഥവാ തന്റെ സ്നേഹത്തിൽ അവൻ നമ്മെ നടത്തുക. God guiding with his love means when our eyes are upon him, he wants to guide us in love. ദൈവം നമ്മെ സ്നേഹത്തിൽ നടത്തുക എന്ന് പറഞ്ഞാൽ നാം നമ്മുടെ കണ്ണുകൾ അവനിൽ പതിച്ചിരിക്കുകയാൽ അവൻ തന്റെ സ്നേഹത്താൽ നമ്മെ നയിക്കും. And if we are not willing for that, നാം അതിനായി ആഗ്രഹിക്കേണ്ടതില്ല. if we don't love that, നാം അത് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, and if we hide sin in our life, നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ മറച്ചു വെച്ചാൽ, then according to the next verse God will guide. അടുത്ത ദൈവം നിങ്ങളെ നടത്തുന്നത് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കും പ്രകാരമായിരിക്കും. What does that next verse say? അടുത്ത വാക്യം എന്ന് പറയുന്നു, don't be like a horse or a donkey. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയും കോവർ കഴുതയും പോലെ ആകരുത്. How are they guided? എങ്ങനെയാണ് അവയെ നടത്തുന്നത്? They don't have understanding. അവയ്ക്ക് സ്വയപരിജ്ഞാനമില്ല. The master of the horse or donkey, it will take the whip and will whip the horse or donkey. That is the way it can move forward. ഈ കുതിരയോ കഴുതയോ അതിന്റെ യജമാനൻ നയിക്കണമെങ്കിൽ അതിന് നല്ല ചട്ടവാറ് കൊണ്ടുള്ള അടി കൊടുത്താണ് അതിനെ നടത്തുക. ഇല്ലെങ്കിൽ അത് അവന് മെരുങ്ങുകയില്ല. It will only know the language of whip language. ഈ അടിയുടെ ഭാഷ മാത്രമേ അതിനറിയാവൂ. If the donkey has to go to the left side,
the master has to give a whip on the right side. Then it gets a message to go on the left. ഈ കഴുത ഇടത്തേക്ക് തിരിഞ്ഞു പോകണമെങ്കിൽ അതിനെ നടത്തുന്നവൻ വലത്തുവശത്ത് ഒരു അടി കൊടുക്കണം. അപ്പോൾ അതിന് മനസ്സിലാകും ഇടത്തോട്ട് തിരിയുന്നതിനാണ് ഈ അടി. If the donkey has to go to the right, give a whip to the left. It got the message, it will turn. ഈ കഴുത വലത്തോട്ട് തിരിഞ്ഞാണ് പോകേണ്ടതെങ്കിൽ അതിന് ഇടത്തുവശത്ത് ഒരു അടി കൊടുത്താൽ മതി. അപ്പോൾ വലത്തോട്ട് തിരിയുകയെന്നുള്ള നിർദ്ദേശം അതിന് കിട്ടും. Some Pentecostal people are like a horse and donkey. Unless they get a whip, oh, whip came, therefore let me pray, let me read the Bible, let me give the tithes, let me do this. Oh, the sickness came. Some Pentecostal people know only the language of whip. ചില പെന്തക്കോസ്ത് വിശ്വാസികൾക്ക് ഈ കുതിരയെയും കോവർ കഴുതിയെയും പോലെയാണ് അവർ. ഈ അടിയുടെ ഭാഷയെ അവർക്ക് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ എനിക്ക് അടി കിട്ടി, ഒരു രോഗം എനിക്ക് വന്നു, ഇത് ദൈവം തന്ന അടിയാണ്, ഇനി ഞാൻ വേദപുസ്തകം വായിക്കും, ഇനി ഞാൻ പ്രാർത്ഥിക്കും, ഇനി ശരിയായ ദശാംശം കൊടുക്കും. ഇങ്ങനെ ഒരു അടിയുടെ ഭാഷയിലെ അവർക്ക് കാര്യം മനസ്സിലാകൂ. Don't wait for a sickness and accident and some problem to come to turn to the right way. ശരിയായ പാതയിലേക്ക് തിരിയേണ്ടതിന് ഒരു അടി, ഒരു രോഗമോ ഒരു പ്രതിസന്ധിയോ ഒരു അപകടമോ നേരിടുവാൻ കാത്തിരിക്കരുത്. By the way, I don't say all the accidents and sicknesses are the whip of the Lord. No, may not be. ഇടയ്ക്ക് പറഞ്ഞോട്ടെ, വരുന്നതായ രോഗങ്ങളോ അപകടങ്ങളോ എല്ലാം ദൈവത്തിൽ നിന്ന് വരുന്ന അടിയാണെന്ന് ഞാൻ തീർത്തു പറയുന്നില്ല. അങ്ങനെ ആകാം. But some cases it can be so. എന്നാൽ ചില സംഗതികളിൽ അത് അങ്ങനെ തന്നെയാണ്. You cannot tell the donkey, sweet honey, turn right. നിങ്ങൾക്ക് ഒരു ഒരു കഴുതയോട് നല്ല തേൻ പോലെ മധുരഭാഷയിൽ വലത്തോട്ട് തിരിയണം എന്ന് പറയാൻ കഴിയുന്നതല്ല. No, you how to take the whip. എങ്ങനെയാണ് അതിന് അടി കൊടുക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. Be not as a horse or a mule which have no understanding. ആകയാൽ തിരിച്ചറിവില്ലാത്തതായ ഈ കുതിരയെ പോലെയോ കോവർ കഴുതയെ പോലെയോ നിങ്ങൾ ആകരുത്. Whose mouth must be held in with bit and bridle. അവയെ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അടക്കി വരുന്നു. Tonight, perhaps you may be facing a whip in your Christian life. ഇന്ന് രാത്രി നിങ്ങളുടെ ക്രൈസ്തവ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും അടി വാങ്ങുന്ന നിലയിലായിരിക്കാം വന്നിരിക്കുന്നത്. Maybe some of your sickness may be the hand of God, a whip from the Lord. അതെ, നിങ്ങളുടെ ചില രോഗങ്ങൾ ദൈവത്തിന്റെ കയ്യിൽ നിന്നുള്ള അടി തന്നെ ആയിരിക്കാം. Perhaps your financial problem or some difficulty may be the whip from the hand of the Lord. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവിത പ്രശ്നം അത് ദൈവത്തിന്റെ കയ്യിൽ നിന്നുള്ള അടി ആയിരിക്കാം. Tonight you can turn to God. ഇന്ന് രാത്രി നിങ്ങൾക്ക് ദൈവത്തിങ്കലേക്ക് തിരിയാം. Don't confess like Aaron. അഹരോനെ പോലെ ഏറ്റുപറയരുത്. Take all the blame and responsibility of your sin upon yourself. നിങ്ങളുടെ പാപത്തിന്റേതായ മുഴുവൻ ഉത്തരവാദിത്വവും മുഴുവൻ കുറ്റവും നിങ്ങളുടെ മേൽ നിങ്ങൾ സ്വയം ഏൽക്കുക. Unless you humble yourself, you will never confess your sin. നിങ്ങളെ താഴ്ത്താത്തിടത്തോളം കാലം നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയാൻ കഴിയുന്നതല്ല. God resisted the proud and giveth grace to the humble. ദൈവം നിങ്ങളെ എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു. Maybe the problem you are facing in your life may be your own sin. ഒരുപക്ഷെ നിങ്ങളുടെ നിഗളം നിമിത്തമായിരിക്കാം, Your own sin. നിങ്ങളുടെ പാപമായിരിക്കാം നിങ്ങളിൽ ഉളവാക്കിയിരിക്കുന്ന നിഗളം. Tonight the Lord wants to forgive you. ഇന്ന് രാത്രി നിങ്ങളോട് ക്ഷമിക്കുവാൻ കർത്താവ് The ആഗ്രഹിക്കുന്നു. Lord wants to heal you. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു. The Lord wants to give a crystal clear Christian life. ഇന്ന് രാത്രി വളരെ സ്ഫടികതുല്യമായ ഒരു ക്രൈസ്തവ ജീവിതം നിങ്ങൾക്ക് തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. Don't go to the hottest place in hell. നരകത്തിലെ ഏറ്റവും ചൂടുള്ള സ്ഥലത്ത് ചെന്ന് വീഴരുത്. Sin is a fire. പാപം ഒരു അഗ്നിയാണ്. It can burn you all the way through eternity. അത് നിങ്ങളുടെ ജീവിതത്തെ മുഴുവനുമായി ദഹിപ്പിച്ച് നരകാഗ്നിയിൽ കൊണ്ടെത്തിക്കുന്നതാണ്. Jesus is lovingly calling you. യേശു സ്നേഹത്തോടെ നിങ്ങളെ വിളിക്കുന്നു. When you see the greatness of God, your small sin will become great. നിങ്ങളുടെ ദൈവത്തിന്റെ ആ വലിപ്പത്തെ നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങളുടെ ഏറ്റവും ചെറിയ പാപവും എത്ര വലുതെന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. To be a great saint, then your small sin you will take it as say great. ദൈവം ഏറ്റവും വിശുദ്ധനെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങളുടെ ഏറ്റവും ചെറിയ പാപവും
വലുതായി നിങ്ങൾക്ക് കാണുവാൻ കഴിയും. We must be ready to fly away to glory. നാം മഹത്വത്തിലേക്ക് പറന്നുയരുവാൻ ഒരുങ്ങേണ്ടവരാണ്. Maybe Jesus Christ may come tonight. ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് ഒരുപക്ഷെ വന്നേക്കാം. He is coming for you and for me. അവൻ നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും അത്ര വരുന്നത്. Don't go away with a guilty conscience. ഒരു കുറ്റബോധമുള്ള മനസാക്ഷിയോട് ഇനിമേൽ മടങ്ങിപ്പോകരുത്. Even if something is questionable or doubtful, even that also be willing to confess and forsake. ഇന്ന് രാത്രികാലം സംശയാസ്പദമായ ചോദ്യം ചെയ്യത്തക്കതായ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ അനുതാപത്തോട് ഏറ്റുപറഞ്ഞുപേക്ഷിപ്പി. Tonight the Lord has come to give a crystal clear Christian life. സ്ഫടികതുല്യമായ ഒരു ക്രൈസ്തവ ജീവിതം നിങ്ങൾക്ക് തരുവാൻ ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. Maybe your sickness the Lord wants to heal. നിങ്ങൾക്കുള്ള രോഗത്തെയും സൗഖ്യമാക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. Maybe some of your crisis in your Christian life tonight the Lord wants to solve as the problem of sin is solved. അതെ, നിങ്ങളുടെ പാപത്തിന്റെ പ്രശ്നം പരിഹരിക്കുന്നതോടൊപ്പം നിങ്ങളുടെ ക്രൈസ്തവ ജീവിതത്തിൽ നേരിടുന്ന ചില പ്രതിസന്ധികൾ അവയെ പരിഹരിക്കുവാൻ ഇന്ന് രാത്രി കർത്താവ് ആഗ്രഹിക്കുന്നു. Shall we close our eyes? നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. Tonight do you find that God is speaking to you? ഇന്ന് രാത്രി കർത്താവ് നിങ്ങളോട് തന്നെയാണ് സംസാരിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. God does not want to continue to guide you with a whip anymore. ഇനിമേൽ നിങ്ങൾക്ക് അടി തന്ന് നിങ്ങളെ മെരുക്കി നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. From tonight he wants to guide you with his eye in his love. ഇന്ന് രാത്രി മുതൽക്ക് തന്റെ ദൃഷ്ടികളാൽ തന്റെ സ്നേഹത്താൽ നിങ്ങളെ നടത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നു. Tonight don't die as a backslider. ഇന്ന് രാത്രി ഒരു പിന്മാറ്റക്കാരനെ പോലെ നിങ്ങൾ മരിക്കരുത്. As a prodigal son, come towards the Lord. ആ മുടിയൻ പുത്രനെ പോലെ കർത്താവിങ്കലേക്ക് മടങ്ങി വരിക. When you take one step, the Lord will take 100 steps towards you. നിങ്ങൾ ദൈവത്തോട് അടുക്കുവാൻ ഒരു ചുവട് മുൻപോട്ട് വെച്ചാൽ നിങ്ങളോട് അടുക്കുവാൻ ദൈവം 100 ചുവട് മുൻപോട്ട് വയ്ക്കും. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാനിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാനിൻ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ. ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ. ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാനിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാനിൻ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ. ഒരുങ്ങിയിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ. ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാനിൻ താമസമേറെയില്ല. 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 Tonight, before we close, may I ask everyone to please stand up. രാത്രി യോഗം അവസാനിപ്പിക്കും മുമ്പ് എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുന്നു, ദയവായി നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. Will you kindly take the word of God seriously? ഇന്ന് രാത്രികാലം നിങ്ങൾ ദൈവത്തിന്റെ വചനം ഗൗരവപൂർവ്വം കണക്കിലെടുക്കുക. David sinned against God, his child was punished. ദാവീദ് ദൈവത്തിന് വിരോധമായി പാപം ചെയ്തതിനാൽ അവന്റെ മകൻ ശിക്ഷിക്കപ്പെട്ടു. His family was punished. അവന്റെ കുടുംബം ശിക്ഷിക്കപ്പെട്ടു. He was punished. അവനും ശിക്ഷിക്കപ്പെട്ടു. That should not happen to any one of us. നമ്മിൽ ആർക്കും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. God wants to be gracious to us and forgive us and bless our children. നമ്മോട് കരുണ കാണിപ്പാൻ, കൃപാലുവായിരിക്കാൻ, നമ്മോട് ക്ഷമിച്ചു തരുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. 2 minutes, I request you, please cry out to God. ആകയാൽ നിങ്ങളെല്ലാവരും ദൈവത്തോട് നിലവിളിക്കുവാൻ താഴ്മയായി ഞാൻ അപേക്ഷിക്കുന്നു. All those who are in the chairs
now will you please come forward and stand? കസേരകളിൽ ഇരിക്കുന്നവരെല്ലാം ദയവായി എഴുന്നേറ്റ് നിങ്ങളാൽ കഴിയുന്നിടത്തോളം മുൻപോട്ട് വന്ന് നിൽക്കുക. All the brothers and sisters, come forward and stand. എല്ലാ സഹോദരി സഹോദരന്മാരും മുൻപോട്ട് വന്ന് നിൽക്കുക. Tonight God wants to give His light and life into your life. ഇന്ന് രാത്രികാലം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് തന്റെ ജീവനും വെളിച്ചവും തരുവാൻ ആഗ്രഹിക്കുക. To heal you and your children and your family. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും സൗഖ്യമാക്കുവാൻ അവർ If ആഗ്രഹിക്കുന്നു. you are standing far away, I invite you, come closer. God wants to bless you tonight. അതെ, നിങ്ങൾ ദൂരെ നിൽക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ അടുത്തേക്ക് ക്ഷണിക്കുന്നു. അടുത്ത് വരൂ, ദൈവം നിങ്ങളെ അനുഗ്രഹിപ്പാൻ പോകുകയാണ്. Don't harden your heart and go away. നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടുത്തിക്കൊണ്ട് പോകരുത്. I do not know while going on the way I can die and you can die. മടങ്ങി പോകുന്ന വഴിയിൽ ഒരുപക്ഷെ ഞാൻ മരിച്ചേക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ മരിച്ചേക്കാം. Don't make a decision. Wait for tomorrow to make a decision. ആകയാൽ നാളെ ഒരു തീരുമാനമെടുക്കുവാൻ കാത്തിരിക്കേണ്ട, ഇപ്പോൾ തന്നെ തീരുമാനമെടുക്കുക. Lord, I am going to confess and forsake my sin. ഞാൻ എന്റെ പാവങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിപ്പാൻ പോകുകയാണ്. I want to be a holy man. എനിക്ക് ഒരു വിശുദ്ധനായി തീരണം. I want a holy family. എനിക്കൊരു വിശുദ്ധ കുടുംബമുണ്ടാകണം. I want to go when Jesus comes. യേശു വരുമ്പോൾ എനിക്ക് അവനോട് കൂടെ പോകണം. So I invite you tonight. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. Cry out to God. ദൈവത്തോട് വിളിവിളിപ്പീൻ. Have mercy on me. എന്നോട് കരുണ തോന്നുന്നത്. Son of David, ദാവീദ് പുത്രാ, have mercy on me. എന്നോട് കരുണ തോന്നുന്നത്. Jesus, Son of David, യേശുവേ, ദാവീദ് പുത്രാ, have mercy on me. എന്നോട് കരുണ തോന്നുന്നത്. This poor man cried. ഈ സാധുവായ മനുഷ്യൻ കരഞ്ഞു. God heard him. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടു. Rich man cried only in hell. ആ ധനവാനായ മനുഷ്യൻ യാതൊരു സ്ഥലത്ത് മാത്രമാണ് കരഞ്ഞത്. Don't go to hell to cry. ഹരിയുവാനായി യാതൊരു സ്ഥലത്ത് ചെന്നിട്ട് കരയാൻ കാത്തിരിക്കരുത്. Be a poor man and cry out to God now. ആ സാധുവായ മനുഷ്യനെ പോലെ ഇപ്പോൾ ദൈവത്തോട് നിലവിളിക്കാം. Shall we all cry out now? നമുക്കെല്ലാവർക്കും ദൈവത്തോട് നിലവിളിക്കാം. Jesus, Jesus, Jesus. Hallelujah, 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 hallelujah. Amen, hallelujah. എല്ലാവരും ചേർന്ന Let's praise God that the Lord may no more guide us with whip, but with love let us praise God. ഇനിമേൽ ദൈവം നമ്മെ അടികളാൽ നടത്താതെ
തന്റെ സ്നേഹത്താൽ തന്റെ ദൃഷ്ടിയാൽ നമ്മെ നടത്തണം. അതിനായി നമ്മെ സമർപ്പിച്ച് സ്തോത്രം ചെയ്യാം. If Jesus comes tonight to fly away to glory, lift up the hands and praise God. ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് വരുന്നുവെങ്കിൽ ആ മഹത്വത്തിലേക്ക്, തേജസ്സിലേക്ക് പറന്നുയരുവാൻ നമ്മെ ഒരുക്കുവാനായി സ്തോത്രം ചെയ്യാം. Our gracious and loving Heavenly Father, tonight, O God, you are come to sanctify us, to cleanse us. Perhaps there may be some dear ones who are supposed to go to the hottest place, deepest place in hell. Tonight, you are come to lift them up out of the miry clay and to the horrible pit, and to set them upon the rock of ages, to give the songs of deliverance and to guide them to glory. Thank you for helping in Jesus' name. Amen.